عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഞാൻ ആമുഖത്തിൽ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മുടെ വേദിയിൽ ഭവിഷ്യരായിട്ടുള്ള ബഹുമാന്യരായ സയ്യിദ് അവർകൾ, നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാന്യരായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതേപോലെ നമ്മുടെ പരിപാടിയുടെ സംഘാടകരും കമ്മിറ്റി ഭാരവാഹികളും ഒക്കെയായി നമ്മുടെ വേദിയിൽ ഭവിഷ്യരായിട്ടുള്ള നേതാക്കന്മാർ, ഉസ്താദുമാർ, ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഏകദേശം ഒരു 8:30 മണിക്ക് തുടങ്ങി 10:30 മണിക്ക് നിർത്തണം എന്നുദ്ദേശിച്ചിട്ട് വന്ന ആളാണ്. പക്ഷെ 10:30 മണിക്ക് തുടങ്ങുകയാണിപ്പോൾ. ഞാൻ ആദ്യം ആലോചിച്ചത്, പഠിച്ചാൽ 8:30 മണിക്ക് തുടങ്ങിയാൽ 10:30 മണിക്ക് നിർത്തണം, പിന്നെ 12:15 ട്രെയിൻ, അതുവരെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുന്നത് 12:15 ട്രെയിൻ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊന്നും ആമുഖത്തിലേക്ക് പോവാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ആ ഭക്ഷണം നൽകിയ ആ വീട്ടുകാർ, അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ. ആ വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികൾ, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു ആ വിട പറഞ്ഞു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ പരീക്ഷണം എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സമയം, ഈ ഒരു സാഹചര്യം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാതെ, ഒന്ന് മോണിറ്റർ ഉഷാറാക്കി തരണേ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാതെ രക്ഷയില്ല എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ജപമാലയും തസ്ബീഹമാലയും പിടിച്ചു ഒരു സഹോദരൻ ദിക്ർ ചെല്ലാനും നിസ്കരിക്കുവാനും ഇബാദത്ത് എടുക്കുവാനും തുടങ്ങിയപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതകാലത്ത് ഈ ഒരു നന്മ നിങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തൊരു സന്തോഷമുണ്ടാകുമായിരുന്നു. ഹബീബിൻ്റെ വഫാത്തിൻ്റെ ശേഷമാണല്ലോ നിങ്ങളിങ്ങനെ ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ സ്വഹാബി മറുപടി പറഞ്ഞത്, അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നുവല്ലോ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകില്ല, ഭൂകമ്പങ്ങൾ നൽകില്ല, സുനാമികൾ നൽകില്ല, വെള്ളപ്പൊക്കങ്ങൾ നൽകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞാൽ ശിക്ഷയില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്കൊരു വഴി കൂടി ഞാൻ പറഞ്ഞു തരാം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം എൻ്റെ സമൂഹത്തെ ഞാൻ ശിക്ഷിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സ്വഹാബി പറഞ്ഞു സഹാബാക്കളോട്, അല്ലാഹുവിന്റെ വാഗ്ദാനം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഹബീബ് ഉണ്ടായിരിക്കെ ഇവിടെ ശിക്ഷകളില്ല. ആ ഹബീബ് വിട പറഞ്ഞിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരൊറ്റൊരു രക്ഷയെ നമ്മൾക്കുള്ളൂ. അതാണ് വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ശിക്ഷകൾ നമ്മളിൽ ഉണ്ടായിരിക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാറിലേക്ക്, നന്മയിലേക്ക് മടങ്ങിയത് എന്ന് സ്വഹാബി പറയുമ്പോ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ മുസ്ലിമീങ്ങളായ നമ്മൾ ആലോചിക്കേണ്ടത്, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസുബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാതു ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ മൂജഉ എന്ന് മഹാനായ ഒരു കവി പാടിയത് വെറുതെയല്ല. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ. അല്ലാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്ന, അല്ലാഹുവിന് വേണ്ടി റുക്അ ചെയ്യുന്ന, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വൃദ്ധരായ വയോധികരായ മശായിഖീങ്ങൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ വസിബിയത്തും മീനൽ യതാമാ റുല്ലഉ. ഉമ്മമാരുടെ മാറിടത്തിൽ ചാഞ്ഞു നിന്നുകൊണ്ട് മുലപ്പാല് കുടിക്കുന്ന ചെറിയ ചെറിയ മക്കളില്ലായിരുന്നുവെങ്കിൽ മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ വളരെ ശക്തമായ വേദനിപ്പിക്കുന്ന ശിക്ഷകൾ ഞാൻ നിങ്ങൾക്ക് നൽകുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിലേക്ക് മടങ്ങാതെ രക്ഷയില്ലല്ലോ. അല്ലാഹുവാണ് ശിക്ഷകൾ നൽകുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ഭൂമി അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ച റബ്ബേ, നിന്റെ അടിമകളായ ആളുകളെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ. നിന്റെ അടിമകൾ അകല മിൻ റിസ്ഖിക, നിന്റെ ഭക്ഷണം കഴിച്ചു, നിന്റെ വെള്ളം കുടിച്ചു, നീ നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചു, നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യാത്ത നിന്റെ അടിമകളെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ എന്ന് ഭൂമി അല്ലാഹുവിനോട് ചോദിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആകാശം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ച റബ്ബേ, നിന്റെ അടിമകളെ ഞാൻ കഷ്ണം കഷ്ണമായി വീണുകൊണ്ട് നശിപ്പിച്ചു കളയട്ടെ. എന്തേ കാരണം? അകല മിൻ റിസ്ഖിക, നിന്റെ ഭക്ഷണം കഴിക്കുന്നു, വലം യശ്കുറുക, നിനക്ക് ശുക്ർ ചെയ്യുന്നില്ലല്ലോ. സമുദ്രങ്ങൾ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുന്നു, തിരമാലകൾ ചെല്ലുന്നു, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞാൻ നിന്റെ സമൂഹത്തെ സുനാമികളായി തിരമാലകളായി നശിപ്പിച്ചു കളയട്ടെ. അകല മിൻ റിസ്ഖിക, നിന്റെ ഭക്ഷണം കഴിക്കുകയും വലം യശ്കുറുക, നിന്നോട് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നില്ലല്ലോ. ഇതാരാണ് പറയുന്നത്? സമുദ്രമാണ്. ഭൂമി പറയുന്നുണ്ട്, ആകാശം പറയുന്നുണ്ട്, പിന്നെ പറയുന്നത് പർവ്വതമാണ്. പടച്ച റബ്ബേ, അവരുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു വീണുകൊണ്ട്, അവരുടെ ശരീരത്തിലേക്ക് ഞാൻ മറിഞ്ഞു വീണുകൊണ്ട് നിന്റെ അടിമകളെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ദഅനി, എന്നെ വിടണം, എന്റെ അടിമകളെയും നിങ്ങൾ വിടണം. നിങ്ങളല്ലല്ലോ എന്റെ അടിമകളെ സൃഷ്ടിച്ചത്, നിങ്ങളല്ലല്ലോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്, ഞാനല്ലേ. എന്റെ അടിമകളെ സൃഷ്ടിച്ചത് ഞാനാണ്. അതുകൊണ്ട് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഒരാൾ തൗബ ചെയ്യാതെ തോന്നിവാസങ്ങളിൽ തന്നെ മുഴുകി ജീവിക്കാൻ അങ്ങനെ ഒരു പ്ലാനുമായി, അങ്ങനെ ഒരു പദ്ധതിയുമായി ജീവിക്കുകയാണെങ്കിൽ അവനെ ഞാൻ വിളിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് നീ പോകുന്നത്?
ഞാനല്ലാതെ വേറൊരു ദൈവത്തെ നീ കണ്ടോ? ഞാനല്ലാതെ മറ്റൊരു ഇലാഹിനെ കണ്ടോ? ഇങ്ങോട്ട് വരൂ, തൗബ ചെയ്യൂ, എന്നിലേക്ക് വാ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷീണാന്നുണ്ട് ട്ടാ, ഇവിടെ കുറച്ച് ശരിയാക്കണം തോന്നുന്നുണ്ട് എനിക്ക്. കുറച്ച് ബേസൊക്കെ കൂട്ടിയിട്ട് ഉഷാറാക്കി, എന്തൊരു ക്ഷീണം വരുന്നുണ്ട്. അപ്പൊ ഏതായാലും പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതെങ്ങനെ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നതെങ്ങനെ നമ്മൾ ആദ്യമായി ഓതി വെച്ചു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങളെ പുറത്തു തരും, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ മതി. തൗബ ചെയ്യുന്ന ആളുകൾ അവർക്ക് ദോഷമില്ല, അവർക്ക് പാപമില്ല എന്ന് മുത്തു റസൂലുള്ളാഹ്. തൗബ ചെയ്യുന്ന ആളുകൾ എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പടച്ച റബ്ബേ എന്റെ പാപങ്ങളെ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ അവർക്ക് തൗബയാണ്, അവർക്ക് അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും തിന്മകളില്ലാതെ പാപങ്ങളില്ലാതെ നിഷ്കളങ്കരായവർ മാറുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിമിത്തങ്ങൾ പറയാണ്, തെറ്റിൽ നിന്ന് നമ്മൾ മാറി തൗബ ചെയ്ത് മടങ്ങിയാൽ നമ്മൾക്ക് തെറ്റില്ലാതെ പോലെ നമ്മളാകുമെന്ന്, പിന്നെ ഉമ്മ പെറ്റ മക്കളെ പോലെ നമ്മളാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക, നമ്മൾ തൗബ ചെയ്യുക. പിന്നെ നമ്മൾ സംശയിക്കാൻ പാടില്ല, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടോ, എൻ്റെ കുറ്റങ്ങൾക്ക് അള്ളാഹു മാപ്പ് തന്നിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാനേ പാടില്ലെന്നാണ്. വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചു പോകും. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ പാപം പുറത്തു തന്നിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹു തൗബ സ്വീകരിക്കുന്ന ആളാണ്. മഴയില്ലാതെ കഷ്ടപ്പാടാണ്, സൂര്യതാപം, ആഗോളതാപനം, അതേപോലെ ഗ്ലോബൽ വാർമിംഗ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈനംദിനം നമ്മുടെ കേരളത്തിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അനേകായിരം ആളുകൾ സൂര്യതാപമേറ്റുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഴ നമ്മൾക്ക് ലഭിക്കുക? പേമാരിയായി അനുഗ്രഹീതമായ മഴ എങ്ങനെ ലഭിക്കും? അള്ളാഹു പറയാൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചൊല്ലാനും തയ്യാറായാൽ കോരിച്ചൊരിയുന്ന മഴ ഞാൻ നൽകാം. കോരിച്ചൊരിയുന്ന മഴ, അനുഗ്രഹീതമായ മഴ, മഞ്ഞമഴയല്ല, രക്തത്തിന്റെ മഴയല്ല, നിങ്ങൾക്ക് അനുഗ്രഹീതമായ കുടിക്കാൻ ഉപകരിക്കുന്ന അങ്ങനെ ഒരു മഴ നിങ്ങൾക്ക് ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മഴ തരാമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചൊല്ലണം, വീട്ടുകാർ ചൊല്ലണം, മക്കള്, ഭാര്യ, കുടുംബക്കാർ, നാട്ടുകാരൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ മഴ ലഭിക്കും. ഇല്ലെങ്കിലോ മഴ ലഭിക്കൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ കയറി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. മദീനയിലൊരു ഭൂകമ്പമുണ്ടായി, മദീനയിലൊരു ഭൂമികുലുക്കമുണ്ടായി, മദീനയിലൊരു ഭൂചലനമുണ്ടായി. മൈക്ക് തൃപ്തിയായിട്ടില്ല കേട്ടോ. എത്ര വാട്സ് ഇന്നലത്തെ അതേ മൈക്കന്നല്ലേ അല്ലേ? ക്ഷീണമെന്നുണ്ടല്ലോ. മദീനയുടെ മിമ്പറിൽ കയറി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇനി ഒരു മദീനയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് മിമ്പറിൽ കയറിയത്. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം മദീനയിൽ ഭൂകമ്പം ഉണ്ടായാൽ, ഇനി ഒരു പ്രാവശ്യം അല്ലാഹുവിന്റെ ശിക്ഷ നമ്മുടെ മദീനയിൽ ഉണ്ടായാൽ ഈ ഉമർ മദീനയിൽ നിൽക്കൂല, മദീന വിട്ട് വേറെ എവിടെയെങ്കിലും പോയി അവിടെ ജീവിക്കുമെന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോ, നമ്മുടെ
ഭാഗത്ത് നിന്ന് പാപങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മുടെ ഭാഗത്ത് നിന്ന് തിന്മകൾ ഉണ്ടാകുമ്പോ, തോന്നിവാസികളായി, ദോഷികളായി, താന്തോന്നികളായി നമ്മൾ മാറുമ്പോ അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ വരികയാണ്. തെറ്റ് ചെയ്യുമ്പോഴാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. ولما نسوا ما ذكروا فتحنا عليهم أبواب كل شيء. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ മറക്കാൻ തുടങ്ങുമ്പോ വലമ്മാ നസൂ മാ ദുക്കിറൂ, എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ, ഖുർആനിന്റെ ഉപദേശങ്ങൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന നിയമങ്ങൾ മറക്കാൻ തുടങ്ങുമ്പോ ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ, അവർക്ക് ഞാൻ സൗകര്യങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കും, അനുഗ്രഹത്തിന്റെ എല്ലാവിധ സുഖങ്ങളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കും. ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, ഞാൻ നൽകി കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമ്പോ, അങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങുമ്പോ, സൗകര്യങ്ങൾ നൽകി, സമ്പത്ത് നൽകി, വീട് നൽകി, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ നൽകി, എല്ലാം ലഭിച്ച് സുഖിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു പിടി ഞാൻ പിടിക്കുമെന്നും ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, എന്റെ പിടുത്തം അത് വല്ലാത്ത പിടുത്തമാണ്, ഞാൻ അവരെ നശിപ്പിച്ചു കളയുമെന്നും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. വമാ വലംനാഹും, ഞാൻ അവരെ ആക്രമിച്ചിട്ടില്ല, അവർ സ്വയം ആക്രമിച്ചതാണ്, അക്രമങ്ങളെ ചോദിച്ചു വാങ്ങിയതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അപ്പോൾ ശരിയായി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹി സാ, അന്ത്യനാൾ അടുത്തു എന്നതിന് വല്ല അടയാളങ്ങളും ഉണ്ടോ നബിയേ? അന്ത്യനാളിന് വല്ല ലക്ഷണങ്ങളുമുണ്ടോ നബിയേ? ഖിയാമത്ത് നാൾ അടുത്തു എന്നതിന് വല്ല സൂചനകളുമുണ്ടോ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അലാമിസ് സാഅത്തി വഅശ്റാത്തിഹാ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അയ്യകൂനൽ വലദു ഗൈളാ, നമ്മുടെ മക്കൾ ഉപ്പമാരനുസരിക്കാത്ത, ഉമ്മമാരനുസരിക്കാത്ത, മാതാപിതാക്കൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത, വാശി പിടിക്കുന്ന ദുർവാശിയുള്ള മക്കളായി മാറിയാൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരുമോ? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരുമോ? എന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? അന്ത്യനാളെന്നാണ് സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, നിങ്ങളെക്കാൾ എനിക്കറിയില്ല എപ്പോഴാണ് അന്ത്യനാൾ നടക്കുന്നത്, എപ്പോഴാണ് അവസാനത്തെ ലോകം നടക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോഴാണ് പറഞ്ഞത്, അഖ്ബിർനീ അൻ അമാറാതിഹാ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തരുമോ? അപ്പോഴാണ് പറയാൻ തുടങ്ങിയത്, ആതലിദൽ അമതു റബ്ബതഹാ, അതിനൊരുപാട് ആശയങ്ങൾ, ഒരുപാട് ശർഹുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. ഉമ്മമാരെ ധിക്കരിക്കുന്ന, ഉമ്മമാരെ ഭരിക്കുന്ന, ഉമ്മമാരെ തന്റെ വാക്കിന്റെയും വിരലിന്റെയും താഴെ നിയന്ത്രിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ടായാൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാഞ്ഞിട്ടല്ലാതെ, ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാഞ്ഞിട്ടല്ല ചോദിക്കുന്നത്, കൂടെയുള്ള സഹാബാക്കൾക്ക് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആതലിദൽ അമതു റബ്ബതഹാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? ഉപ്പമാരെ ധിക്കരിക്കുന്ന, ഉമ്മമാരെ ധിക്കരിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കളുണ്ടായാൽ അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി
ഇന്നലെ ഞാൻ കണ്ടൊരു സഹോദരൻ, വായവരാത്ത പൊട്ടനായ ഒരു സഹോദരൻ, സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യത്തിലൂടെയാണ്, സൂചനയിലൂടെയാണ് സംസാരിക്കുന്നത്. ആർക്കും അയാളെ പരിചയമില്ല. അദ്ദേഹവും ഒരു ഉമ്മയുടെ മകനാണല്ലോ. അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോഴാണ് നാട്ടുകാരെല്ലാം കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായപ്പോ ആ ഒരു പൊട്ടൻ, വായവരാച്ച, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്റെ ഉമ്മയാണല്ലോ ഇത്, സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് അംഗവൈകല്യമുള്ള ആളുകൾക്ക് അള്ളാഹു ശാരീരികമായി ശക്തി നൽകാറുണ്ടല്ലോ. ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ മയ്യത്ത് കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയാണ്. വായവരാത്ത ചെറുപ്പക്കാരൻ, സംസാരിക്കാൻ കഴിയാത്ത അംഗവൈകല്യമുള്ള പൊട്ടനായ ഒരു സഹോദരൻ തന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കരഞ്ഞുകൊണ്ട് തടഞ്ഞു വെക്കുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അവസാനം നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ വായവരാത്ത ചെറുപ്പക്കാരൻ ഉമ്മയുടെ ഖബറിടത്തിലേക്ക്, ഉമ്മയുടെ ജനാസയുടെ പിന്നാലെ പോകുന്നുണ്ട് ഖബറിടത്തിലേക്ക്. എന്നിട്ടെല്ലാവരും അവിടെ ഖബറിലേക്ക് മറമാടിയപ്പോ എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് തുള്ളികൾ കടന്നു വരികയാണ്. എന്നിട്ടിങ്ങനെ ഖബറിങ്ങനെ മാന്തി നോക്കുകയാണ് തന്റെ കൈ കൊണ്ട്. അവിടെ വരുന്ന ആളുകളോട് ചോദിക്കുന്നു, എന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ എങ്ങോട്ടാണ് പോയത്? ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിശ്വസിക്കുന്നില്ല. എന്റെ ഉമ്മ മരിച്ചിട്ടില്ല. എന്നിട്ടും 3 ദിവസമാണ് ഖബറിടത്തിൽ നിന്ന്, ഉമ്മയുടെ ഖബറിടത്തിൽ അദ്ദേഹം കാവൽ നിന്നത്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഖബറിന്റെ അടുത്ത് താമസിക്കുന്നത്? അപ്പോഴാണ് ആ പൊട്ടൻ ആംഗ്യഭാഷയിലൂടെ പറയുന്നത്, എന്റെ ഉമ്മ ഒറ്റയ്ക്കാണല്ലോ ഖബറിടത്തില്, എന്റെ ഉമ്മയ്ക്ക് കൂട്ടിൻ ആളില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ ഈ ഖബറിൽ നിന്ന് എന്റെ ഉമ്മയെ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ? അതുകൊണ്ട് ഞാൻ ഉമ്മയ്ക്ക് കാവൽ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീര് കലങ്ങിയ കണ്ണുകൊണ്ട് 3 ദിവസമാണ് ആ ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് കാവൽ നിൽക്കുന്നത്. നാട്ടുകാരായ ആളുകൾ വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് 100-ന്റെയും 500-ന്റെയും 1000-ന്റെയും നോട്ടുകെട്ടുകൾ കൊടുത്തപ്പോ, ജീവിക്കണമല്ലോ ഇനിയുള്ള ശിഷ്ടകാലത്ത്, ആ സമയത്ത് തന്റെ കയ്യിൽ കിട്ടുന്ന നോട്ടുകെട്ടുകളെല്ലാം ഒരു കടലാസിൽ പൊതിയുകയും എന്നിട്ട് തന്റെ ഉമ്മയുടെ ഖബറിന്റെ മീസാൻ കല്ലിലൂടെ അകത്തേക്ക് കയറ്റിവിടുന്ന രംഗം കണ്ടപ്പോ ആ സമ്പത്ത് കൊടുത്ത ആളുകൾ പോലും കരഞ്ഞുപോയി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ, എന്റെ ഉമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടാവൂല, എന്റെ ഉമ്മയുടെ കയ്യിൽ കാശ് ഉണ്ടാവൂല, എന്റെ ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് തന്റെ കയ്യിലുള്ള നോട്ടുകെട്ടുകൾ തിരികെ കയറ്റുന്ന പാവപ്പെട്ട ആ ഒരു വായവരാത്ത, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ചെറുപ്പക്കാരന്റെ ഉമ്മയോടുള്ള സ്നേഹമെങ്കിലും നമ്മൾക്കുണ്ടോ? ആലോചിക്കേണ്ട വിഷയമല്ലേ ഇതൊക്കെ, അല്ലേ? घर लौट के रोएंगे माँ बाप अकेले में, घर लौट के रोएंगे माँ बाप अकेले में, मिट्टी के खिलौने भी सस्ते न थे मेले में. എന്തിനാണ് ഉമ്മമാര് കരയുന്നത്? വീടിന്റെ കത്തളങ്ങളിൽ നിന്ന് ഉമ്മമാരും ഉപ്പമാരും ഒറ്റയ്ക്കിരുന്ന് ആരാരും കാണാതെ പൊട്ടിക്കരയുകയാണ്. ആരാരും കാണാതെ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട്, വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് ഉമ്മയും ഉപ്പയും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് കരയുന്നതെന്നറിയോ? ഒരു മണ്ണിന്റെ കളിപ്പാട്ടങ്ങൾക്കുള്ള വില, ഒരു മണ്ണിന്റെ കളിപ്പാവകൾക്കുള്ള വില നമ്മൾക്കില്ലല്ലോ. മക്കൾക്ക് ചെറിയ കളിപ്പാട്ടങ്ങളോടുള്ള വില, അതിനോടുള്ള സ്നേഹം, അതിനോടുള്ള ആദരവ് പോലും ഞങ്ങൾ പിറപ്പിച്ച ഞങ്ങളുടെ മക്കൾക്കില്ലല്ലോ. ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾക്ക് പരിഗണന നൽകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും കരയുന്ന ഒരു കാലം ഞങ്ങളിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ ഒരു കവി നമ്മോട് സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കണ്ടേ? ഉമ്മമാരെ ചവിട്ടിമതിക്കുന്നവർ, ഉമ്മമാരെ പുച്ഛിക്കുന്നവർ, ഉമ്മമാർക്ക് സ്ഥാനം നൽകാത്തവർ, ഉമ്മമാർക്ക് ചെലവിന് കൊടുക്കാത്തവർ, ഉമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആട്ടിയോടിക്കുന്നവർ, വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ നമ്മുടെ നാട്ടിലില്ലേ? മുസ്ലിമീങ്ങളിലുണ്ടല്ലോ, മറ്റു മതങ്ങളിലുണ്ടല്ലോ. മതമേതെന്ന ചർച്ചയില്ല. ഉമ്മമാരെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണല്ലോ.
അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ ആ ഒരു സ്നേഹവും അള്ളാഹുവിന്റെ സഹായവും നമ്മൾക്കുണ്ടാകുന്നത്? മാതാപിതാക്കളോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോഴാ. മാതാപിതാക്കളെ ഒളിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദേഷ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത് മാതാപിതാക്കളെ വെറുപ്പിക്കുമ്പോഴാണ് അള്ളാഹു നമ്മൾ വെറുക്കുന്നത്. മാതാപിതാക്കൾക്ക് ഞങ്ങളോട് വെറുപ്പാണോ? മാതാപിതാക്കൾക്ക് ഞങ്ങളോട് ദേഷ്യമാണോ? മാതാപിതാക്കളോടൊന്ന് ചോദിച്ചു നോക്കണം. വീടിന്റെ അകത്തളങ്ങളിൽ കയറി വീടാല് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ ഉമ്മമാരോട് നമ്മുടെ ഉപ്പമാരോടൊന്ന് ചോദിച്ചു നോക്കണം. ഉമ്മ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉമ്മ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ഒന്ന് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമ്മൾ ചോദിച്ചു നോക്കണം. ഉപ്പ പറയുന്നു, പൊന്നുമോനെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്നോട് അതവുകേട് കാണിച്ചിട്ടില്ലല്ലോ, നീ എന്നോട് ഗുരുത്തക്കേട് കാണിച്ചിട്ടില്ലല്ലോ. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിന് ഞങ്ങളോട് സ്നേഹമുണ്ട്. ഇല്ലെങ്കിലോ അള്ളാഹുവിന് കോപമാ. ഉപ്പയുടെ ഉമ്മയുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് മക്കള് കാരണച്ചാലെന്ന് ഭൂമിയിലേക്ക് ഇറ്റി വീണാൽ അല്ലാഹു തആല ആ ഒരു സഹോദരന് ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ ശിക്ഷ നൽകുമെന്ന് മുത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാ. മാതാപിതാക്കളെ ബഹുമാനിക്കാനില്ല, അനുസരിക്കാനില്ല, അവരുടെ വാക്കുകൾക്ക് കാതോർക്കാൻ ആളില്ല. വേറെ ഹദീസിൽ നമ്മൾക്ക് കാണാം, ഉപ്പമാരെ അകറ്റുക, ചങ്ങാതിമാരെ അടുപ്പിക്കുക, ബന്ധങ്ങളെ ചങ്ങാതിമാരുടെ കൂടെ സമയം ചെലവഴിക്കുക. അവരെവിടേക്ക് വിളിച്ചാലും പോവാൻ തയ്യാറാണ്. എന്നാൽ ഉപ്പമാരെ അകറ്റിക്കളയുക, അവരോട് സംസാരിക്കുന്നില്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നില്ല, അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക സഹായങ്ങളോ സഹകരണങ്ങളോ നൽകാതെ ചങ്ങാതിമാർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന ചെറുപ്പക്കാരാ, ഇങ്ങനെ ഒരു കാലം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്നോ? നിങ്ങൾ വെയിറ്റ് ചെയ്തോ? എന്താണ് കാത്തിരിക്കേണ്ടത്? ശക്തമായ തീക്കാറ്റുകൾ, ചൂടുണ്ടാകും, മഴ വരൂല. ശക്തമായ സൂര്യതാപങ്ങൾ ഉണ്ടാകും, സൂര്യാഘാതങ്ങൾ ഉണ്ടാകും, സൂര്യഗോളങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ആകാശങ്ങളിലൂടെ പറന്നു കളിക്കും. സൂര്യതാപം മൂലം ആളുകൾ മരിച്ചൊടുങ്ങും. എന്തേ ഇത്? ശക്തമായ തീക്കാറ്റുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്, ശക്തമായ ചൂട് കടന്നു വരുന്നത്, മഴ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എപ്പോഴാണ്? ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ കൂടെ പഠിക്കുന്ന ചങ്ങാതിമാർ, ക്ലാസ്മേറ്റുകൾ, കോളേജ് മേറ്റുകൾ, നാട്ടുകാരെന്നില്ല, ചങ്ങാതിമാർക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഉപ്പമാരെ നെവർ മൈൻഡ് ചെയ്യുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു അല്ലാഹുവിന്റെ ഭയാനകമായ പ്രതിഭാസങ്ങളെ, അല്ലാഹുവിന്റെ ശിക്ഷകളെ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ കാത്തിരിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിന്റെ തുടർച്ചയായി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയോട് കൂടുതൽ സ്നേഹം കാണിക്കുക, ഭാര്യയോട് കൂടുതൽ പരിഗണന ഭാര്യയ്ക്ക് നൽകുക. മാതാപിതാക്കൾക്ക് സ്നേഹം നൽകാതെ, ഉമ്മയോട് സ്നേഹം നൽകാതെ, ഉമ്മയെ ആദരിക്കാതെ, ഉമ്മയെ പരിഗണിക്കാതെ, ഉമ്മയ്ക്ക് സഹായം നൽകാതെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ നമ്മുടെ കാൽച്ചുവട്ടിലുള്ളത് വെറുതെയല്ല. ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണം. ഭൂകമ്പങ്ങളെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ
ഫിനാലഹാ, അവസാനത്തെ പ്രകമ്പനം ഒന്ന് കൊള്ളാനുണ്ട്. ലോകമിതാ അവസാനിക്കാൻ പോവാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മിമ്പറിൽ കയറി മദീന പള്ളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരുപാട് പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, കോലം തന്നെ അല്ലാഹു മാറ്റിക്കളയുമെന്നും ഭൂമി ജീവനോടെ വിഴുങ്ങിക്കളയുമെന്നും അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളാണതൊക്കെ. എന്റെ പ്രശ്നമെന്നറിയോ? ഉമ്മമാർക്ക് പ്രാധാന്യം നൽകാതെ ഉപ്പമാർക്ക് പ്രാധാന്യമോ പരിഗണനയോ അവർക്ക് നൽകേണ്ട സ്നേഹമോ ആദരവോ നൽകാതെ ചങ്ങാതിമാരോടും ഭാര്യമാർക്കും സ്നേഹം നൽകാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാണ്? ഒരു പുരുഷൻ സ്നേഹം കാണിക്കേണ്ടത് അവന്റെ ഉമ്മയോടാണ്. ഞാനൊരു പെണ്ണോ അവളുടെ ഭർത്താവിനോടാണ്. ഒരു പെണ്ണ് അവളുടെ ഉമ്മയോടോ അവളുടെ ഉപ്പയോടോ അല്ല സ്നേഹവും ആദരവും കാണിക്കേണ്ടത്, മറിച്ച് അവളുടെ ഭർത്താവാണ് അവൾക്ക് സ്വർഗം. ഒരു പുരുഷന് സ്വർഗം അവന്റെ ഉമ്മയുടെ കാൽ കീഴിലാണ്. അതുകൊണ്ട് പുരുഷന്മാരായ ആളുകൾ ഭാര്യയെ സ്നേഹിക്കണം, പക്ഷേ ഉമ്മയെ മറന്നിട്ടുള്ളൊരു സ്നേഹം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഉമ്മമാര് കഴിഞ്ഞിട്ട് അവർക്ക് സ്നേഹം നൽകണം, അതേപോലെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യമാർ ഭർത്താവിനെ ആദ്യം സ്നേഹിക്കണം, പിന്നെയാണ് അവരുടെ പാരന്റ്സിനെ സ്നേഹിക്കേണ്ടത്. ഈ കാണുന്ന മഴയില്ലാതെ വെള്ളമില്ലാതെ നമ്മുടെ കേരളക്കര ചൂട് പിടിക്കാൻ തുടങ്ങാണ്. ഒരുപാട് കാലമായി രാജ്യത്തിന്റെ മുക്കുമൂലകളിലും രാജ്യത്തിന് പുറത്തുള്ള നാച്ചുറൽ കലാമിറ്റീസ്, അല്ലാഹുവിന്റെ അപകടങ്ങളോ പരീക്ഷണങ്ങളോ കേരളത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല. എന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലം മുതൽ പരിശുദ്ധമായ ഇസ്ലാം കടന്നു വന്ന നാടാണ് നമ്മുടെ നാട്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാറുണ്ട്. ദൈവത്തിന് അങ്ങനെ സ്വന്തമായി നാടൊന്നുമില്ല. ഏതായാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം ഇജാസത്തോടെ നമ്മുടെ കേരളത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ദീനി ദഅവത്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, തഹ്ലീൽ ചൊല്ലുന്ന, തക്ബീർ ചൊല്ലുന്ന ആയിരക്കണക്കിന് ഉമ്മമാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വലിയ അപകടങ്ങളൊന്നും നമ്മുടെ നാടിനെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇപ്പോൾ ഓരോ അപകടങ്ങൾ ഇങ്ങനെ വരികയാണ്, ഭൂകമ്പങ്ങൾ ഇങ്ങനെ വരികയാണ്. കൊച്ചിയിലും എറണാകുളത്തൊക്കെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുകയാണ്, ചൂട് വർദ്ധിക്കുകയാണ്. അല്ലെ, എന്തൊരു മനോഹരമായ അന്തരീക്ഷമായിരുന്നു നമ്മുടെ അന്തരീക്ഷം. ബക്കറ്റുണ്ടോ ഇവിടെ? ബക്കറ്റുണ്ടോ? എന്നാൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ, ഇനി വൈകിക്കണ്ട, ഇല്ലെങ്കിൽ ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ പറയാം ഇൻഷാ അല്ലാ. എനിക്ക് 12:15 ട്രെയിൻ ഉണ്ട്, അത് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ബക്കറ്റൊക്കെ വരികയാണ് ഇൻഷാ അല്ലാ. നല്ലൊരു തുക ഇട്ട് എല്ലാവരും സഹായിക്കുക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ന മസ്ഊദ് ഇന്ന മിൻ അലാമി സാഅതി വഅശറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യകൂനൽ വലദു ഗൈലാ, ഉമ്മമാരെ അനുസരിക്കാതെ വാശി പിടിക്കുന്ന മക്കളുണ്ടായാൽ, ദുർവാശി പിടിക്കുന്ന മക്കളുണ്ടായാൽ, ഉമ്മ ഒന്ന് TV ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടായാൽ, ടൂർ പോവല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടായാൽ, വാശി പിടിക്കുന്ന മക്കളുണ്ടായാൽ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തിന്മയിൽ വ്യാപൃതമായി ജീവിക്കാൻ തുടങ്ങിയാൽ, ദീനിനോട് സ്നേഹമില്ലാതെ, നന്മകളോട് താല്പര്യമില്ലാതെ, ഇസ്ലാമിക സ്ഥാപനങ്ങളോടോ ദീനി ദഅവത്തിനോടോ ദീനി സ്ഥാപനങ്ങളോടോ താല്പര്യമില്ലാതെ ഭൗതികതയുടെ പിന്നാലെ പോകാൻ നമ്മുടെ ചെറുപ്പക്കാര് തുടങ്ങിയാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന ഒരു കാലം വരാനുണ്ട്. എല്ലാവരും നോക്കുന്നത് ഏത് കോഴ്സ് എടുത്താലാണ് നല്ല സാലറി ലഭിക്കുക, എവിടെയാണ് വേക്കൻസി ഉള്ളത്, ഏതിലാണ് 1 lakh ഹൈ സ്കെയിൽ സാലറി വാങ്ങാൻ പറ്റുക, എവിടെയാണ് ജോലി ലഭിക്കുക, സമൂഹത്തിൽ സ്ഥാനമുള്ളത് പ്രസ്റ്റിജുള്ളത് എവിടെയാണ് എന്നൊക്കെ നോക്കി ജോലി നോക്കി പഠിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് മുത്ത് റസൂലുള്ളാഹ്. ആലോചിക്കണം നമ്മുടെ ഉമ്മമാർ, ആലോചിക്കണം നമ്മുടെ രക്ഷിതാക്കളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്.
ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കാൻ, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന താല്പര്യത്തോടെ ആഖിറത്തിലും ഖബറിലും നാളെ മഹ്ശറയിലും നമ്മുടെ മക്കൾ കാരണം രക്ഷപ്പെടണമെന്ന താല്പര്യത്തോടെ ആരാണ് ഇന്ന് മക്കളെ പഠിപ്പിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹം നല്ല ജോലി വാങ്ങിക്കണം, എന്റെ മകൻ നാട്ടിൽ പേരെടുക്കണം, ആളുകൾ പറയണം, ആളുകൾ ചർച്ച ചെയ്യണം, എന്റെ മകനെ കുറിച്ചിട്ട് നല്ല ജോലി മകന് വാങ്ങണം, എന്നിട്ട് നല്ലൊരു വീടുണ്ടാക്കണം, സമൂഹത്തിൽ നല്ല സമ്പന്നനായി നല്ലൊരു പ്രമാണിയായി ജീവിക്കണമെന്ന് ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ മക്കളോട് പഠിപ്പിക്കുന്നതും മക്കളോട് പറയുന്നതും അത് തന്നെയാണ്. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീനി സ്ഥാപനങ്ങളിലേക്ക് വരെ ചേർക്കുന്നത് ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ്. പണ്ടൊക്കെ ദർസിലും കോളേജിലും ഒക്കെ ചേർക്കുന്നത് ഉഖ്റവിയായ ഒരു പണ്ഡിതനാകണം എന്ന ലക്ഷ്യത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ദീനി സ്ഥാപനങ്ങളിൽ വരെ കൊണ്ടുപോയി ചേർക്കുന്നത് ഭൗതിക നേട്ടത്തിനാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഏതായാലും മക്കൾ നമ്മുടെ കയ്യിൽ സ്വാലിഹീങ്ങളായി വളർത്താൻ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പറ്റിയോ? ആ ഉമ്മയും ഉപ്പയും ആഖിറത്തിൽ രക്ഷപ്പെട്ടു. അല്ലാത്തവർക്കൊക്കെ കഷ്ടമാണ്, അല്ലാത്തവർക്കൊക്കെ അപകടമാണ്. പ്രത്യേകിച്ചൊരു ജൂനിയർ ദഅവാ കോളേജ് ഇവിടെ വരികയാണ്. അല്ലാഹു വിജയത്തിലാക്കുമാറാവട്ടെ. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, പ്രാരാബ്ധങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ ചേർക്കണം. നമ്മൾ ഭൗതികതയുടെ പിന്നാലെ പോകരുത്. ഭൗതികയുടെ പ്രസരിപ്പോ അതിന്റെ ഭംഗിയോ അതിന്റെ ആഡംബരങ്ങളോ പളപളപ്പോ കണ്ടതിന്റെ പിന്നാലെ പോകുമ്പോ നമ്മൾക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സുഖങ്ങളാണ്. സുഖം തേടി ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. എന്നിട്ടോ ആളുകൾക്ക് ലഭിച്ചത് അസുഖങ്ങളാണ്. സൗകര്യങ്ങൾ, എല്ലാത്തിനും സൗകര്യങ്ങൾ, എല്ലാത്തിനും സ്വിച്ചുകൾ, എല്ലാത്തിനും ബട്ടണുകൾ. അന്ന് അരക്കാനും വലിക്കാനും വെള്ളം കോരാനും വീടടിച്ചു വാരാനും എല്ലാത്തിനും സൗകര്യങ്ങൾ ലഭിച്ചപ്പോ നമ്മൾ ക്യാൻസർ ഉള്ള രോഗികളായി മാറി, ഷുഗർ ബാധിച്ച രോഗികളായി മാറി, കൊളസ്ട്രോൾ ബാധിച്ച ആളുകളായി മാറി. ക്യാൻസർ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണല്ലോ. ആ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്കൊരു പരിഹാരം തന്നിട്ടുണ്ട്. ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് കേൾക്കാതെ പോകരുത്. നമ്മളാരും ഈ ഒരു സംഭവം നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ സ്വതക്ക നൽകിക്കൊണ്ട് ചികിത്സിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ഒരു മുഖോഖിസ് രാജാവ് ഒരു ഡോക്ടറെ പറഞ്ഞേക്കുന്നുണ്ട്. ഒരു ഡോക്ടർ മദീനയിലേക്ക് കടന്നു വന്നു. 2 മാസമായി 3 മാസമായി ഒരു പേഷ്യന്റ് പോലുമില്ല, രോഗികളില്ല. ഡോക്ടർ ഇങ്ങനെ രോഗികളില്ലാതെ വെറുതെ മിണ്ടാതിരുന്നു 3 മാസം. എന്നിട്ടാണ് ചെന്നത് ഇലാ ഹളവത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, 3 മാസമായി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു രോഗിയെ എപ്പോഴും എനിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വിശന്നാലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ, വിശപ്പ് വന്നാലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇനി കഴിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് 3 മാസം കഴിഞ്ഞ് മദീനയിൽ നിന്ന് തിരിച്ചുപോയി ഡോക്ടർ. രോഗികളില്ല മദീനയിൽ. ഒരു കാരണം അതാണെങ്കിൽ രണ്ടാമത്തെ കാരണം ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലോ, ഇന്ന സ്വദഖത, ഒരാൾ സ്വദഖ നൽകിയാൽ അവന്റെ രോഗങ്ങളിൽ നിന്ന് അവന് ശമനമുണ്ട്, അപകടങ്ങളിൽ നിന്ന് രക്ഷയുണ്ട്. മരണസമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ സ്വദഖ സഹായിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാരകമായ ക്യാൻസർ രോഗങ്ങൾ ഇങ്ങനെ വ്യാപിപ്പിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തിരുവനന്തപുരം ചെന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നു, മംഗലാപുരം ചെന്നു, കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധമായ ഭാഗങ്ങളിലേക്ക് ഓരോ ദിവസം തോറും നമ്മൾ യാത്ര ചെയ്ത് ചികിത്സിച്ചു. പക്ഷേ ഭേദമാവാതെ നമ്മുടെ സമ്പത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഗുളികകളും ഇൻസുലിനുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 2 ദിവസം മുമ്പ് കണ്ണൂരുകാരനായ ഒരു സഹോദരൻ എന്നോട് പ്രസാര ചെയ്തൊരു കാര്യമുണ്ട്. ഉസ്താദേ, ക്യാൻസർ ബാധിച്ച് എനിക്ക് ചെലവായത് 20 ലക്ഷം രൂപയാണ്, ഇന്ന് വരെ എനിക്ക് സുഖം പ്രാപിച്ചിട്ടില്ല. ആരാണിത് പറയുന്നത്? ഒരു മുസ്ലിം ചെറുപ്പക്കാരനല്ല, ഒരു മുസ്ലിം, ഒരു വൃദ്ധനായ ഒരു സഹോദരൻ എന്നോട് ഇന്ന് 2-3 ദിവസം മുമ്പ് ഷെയർ ചെയ്തൊരു കാര്യമാണ്.
ലക്ഷമാണ് എന്റെ ബ്ലഡിലേക്ക് ക്യാൻസർ കയറിയിട്ടുണ്ട്, 20 ലക്ഷമാണ് ഞാൻ അതിന് ചെലവഴിച്ചത്, എനിക്ക് ശിഫ ലഭിച്ചിട്ടില്ല, ദുആ ചെയ്യണമെന്ന്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ, അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുമുണ്ട് ഒരുപാട് രോഗികൾ, അല്ലാഹു എല്ലാ ആളുകൾക്കും ശിഫ നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ ചങ്ങാതിമാരിലുണ്ട്. അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകാതെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നൽകാതെ, ശിഫയില്ലാതെ പ്രയാസങ്ങളുള്ള രോഗങ്ങൾ നൽകാതെ അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതിനാണൊരു പരിഹാരം പറഞ്ഞു തന്നത്. നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ സ്വതക്ക നൽകിക്കൊണ്ട് ചികിത്സിക്കണം. ഒരുപാട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാര്യമില്ല. ഒരുപാട് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും കൊച്ചിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും നിരന്തരമായി യാത്ര ചെയ്തതുകൊണ്ട് രോഗത്തിന് ശിഫ ലഭിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചുവല്ലോ, അല്ലാഹുവേ നീയല്ലേ രോഗം നൽകുന്നത്? അതെ, ഞാനാണ് രോഗം നൽകുന്നത്. ക്യാൻസർ നൽകുന്നത് റബ്ബാണ്, കൊളസ്ട്രോൾ നൽകുന്നത്, പ്രഷർ നൽകുന്നത്, നടുവേദന നൽകുന്നത്, ഏതൊക്കെ രോഗമാണോ ഒരാൾ അനുഭവിക്കുന്നത്, തലവേദന പോലും നൽകുന്നത് പടച്ച റബ്ബാണ്. ആ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നതും അല്ലാഹു തന്നെ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, നീയാണല്ലോ രോഗം നൽകുന്നത്, നീയാണല്ലോ ശിഫ നൽകുന്നത്. ഫമാ ബാലുൽ അത്തിബ്ബാ, എന്തിനാണ് ഡോക്ടർമാരുടെ ആവശ്യമുണ്ടോ? നീയല്ലേ ശിഫ നൽകുന്നത്, പിന്നെ ഈ ഡോക്ടർമാരെന്തിനാ? പിന്നെ കൂണുപോലെ വളർന്നു വരുന്ന, കൂണുപോലെ വ്യാപിച്ചു വരുന്ന ഈ ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരുടെ ആവശ്യമുണ്ടോ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത് മൂസാ നബിയോട്, മൂസാ നബിയെ, ഞാനാണ് സുഖം നൽകുന്നത്, ഞാനാണ് ശിഫ നൽകുന്നത്, ഞാനാണ് സുഖം നൽകുന്നത് മൂസാ നബിയെ. പക്ഷേ ഡോക്ടർമാർ അവർക്കും ജീവിക്കണ്ടേ, അവർക്ക് അവരുടെ മക്കളെ വളർത്തണ്ടേ, അവർക്കും വീട് വെക്കണ്ടേ, അവർക്കും സ്ഥലം വാങ്ങണ്ടേ. അതിനു വേണ്ടിയാണ് അവർ ജോലി ചെയ്യുക മാത്രമാണ്. ശിഫ എന്റെ കയ്യിലാണെന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ നമ്മളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം, രോഗം നൽകുന്നത് പടച്ച റബ്ബാണ്, രോഗം നൽകുന്നത് പടച്ച റബ്ബാണ്, ആ രോഗത്തിന് ശമനം നൽകുന്നതും പടച്ച റബ്ബാണ്. എന്നാൽ ലോകത്തിന് വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, ലോകത്തിന് വരെ നുണ പറഞ്ഞിട്ടില്ലാത്ത, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹു പറഞ്ഞതല്ലാതെ പറഞ്ഞിട്ടില്ല, അല്ലാഹു കൽപ്പിച്ചതല്ലാതെ ചെയ്തിട്ടില്ല, ശ്രേഷ്ഠമായി സ്വന്തം തീരുമാനമൊന്നും ചെയ്തിട്ടില്ല. ആ ഹബീബ് നമ്മോട് പഠിപ്പിക്കുകയാണ്, രോഗികളുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കാൻ, രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നിങ്ങൾ സ്വതക്ക നൽകണേ, നിങ്ങൾ സംഭാവന ചെയ്യണേ എന്ന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വസിക്കുന്നവർ, ഹബീബിന്റെ വാക്കുകൾ പുലരുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഭീമമായ തുകകൾ ഒരു ആംബുലൻസ് ഡ്രൈവറിന്, ആ ഒരു ആംബുലൻസുമായി രോഗിയായി പിടപെടുക്കുന്ന, രോഗത്തോട് മല്ലടിക്കുന്ന ഒരു രോഗിയെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെയുള്ള ഡോക്ടർമാര് കമ്മീഷൻ നൽകുന്ന രീതിയിലേക്ക്, രോഗികളെയും നാട്ടുകാരെയും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളും നമ്മുടെ ഡോക്ടർമാരും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്ക് വിളിച്ചു പറയാ, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ച ഇങ്ങോട്ട് കൊണ്ടുവരണം, ഒരു 5000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ തരാം. 5000 രൂപ കൊടുത്താൽ എന്താ? ഈ രോഗിയിൽ നിന്ന് 1 ലക്ഷമല്ലേ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുക. ആവശ്യമില്ലാത്ത ഓപ്പറേഷനുകൾ, ആവശ്യമില്ലാത്ത സർജറികൾ, ആവശ്യമില്ലാത്ത മരുന്നുകൾ ഇതൊക്കെ നൽകി രോഗിയെ ചൂഷണം ചെയ്യുക. എന്നിട്ട് 5000 രൂപ ആംബുലൻസ് ഡ്രൈവറിന് കൊടുക്കുക. ഈ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കരുത് എന്നല്ല, കാണിക്കണം. പക്ഷേ അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ ഹോസ്പിറ്റലിൽ കാണിക്കുകയും നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മളാൽ കഴിയുന്ന നല്ല ഒരു തുക ഏതെങ്കിലും ഒരു ദീനീ സ്ഥാപനങ്ങളിലേക്ക് നൽകണം നമ്മൾ. എന്നിട്ട് നമ്മൾ അവളോട് ദുആ ചെയ്യാൻ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ആ ഒരു സദഖ ആത്മാർത്ഥമായ ഹൃദയം
ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോട് കൂടി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ കൊടുത്താൽ, ഒരു പെണ്ണോ ഒരാണോ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗത്തിന് ശമനം നൽകാതിരിക്കില്ല, അല്ലാഹു ശിഫാ നൽകാതിരിക്കില്ല. പരീക്ഷിച്ചു നോക്കിക്കോളൂ. ഇത് ഞാനല്ലല്ലോ പറയുന്നത്, മുത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കുകളാണല്ലോ ഇത്, അല്ലേ? ഇത് ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാ, പക്ഷെ ഞാനല്ല, ഇത് ഹബീബ് പറയാൻ. നിങ്ങൾ ദാവു മർളാകും ബിസ്സദഖ. ഈജിപ്തുകാരനായ ഒരു സഹോദരന്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഒന്ന് എണീറ്റിക്ക്, നിങ്ങൾ ശബ്ദമൊക്കെ പോയിട്ടോ, ഒന്ന് എണീറ്റിക്ക് എല്ലാവരും. സ്വലാത്തിൽ നിന്ന് എല്ലാവരും ഉറക്കെ, സമയത്തിലായി 11:15. ഒന്ന് ഉറക്കെ സ്വലാത്തിൽ നോക്കട്ടെ. ക്ഷീണക്കം പെണ്ണുങ്ങളൊക്കെ എണീറ്റ് കുറേ സമയം ഇരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ ഇരുന്നുള്ളൂ. പിന്നെ വയസ്സായ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇരുന്നുള്ളൂ. ആ ബാക്കിൽ റോഡിൽ നിൽക്കുന്നത് പെട്ടെന്ന് പോകാൻ വേണ്ടിയായിരിക്കും, അല്ലേ? ഉസ്താദ് പുതിയ ആളാണ്, ഇതുവരെ കണ്ടിട്ടില്ല, ഉസ്താദിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെ, അയാളെങ്ങനെ, ഉസ്താദ് അങ്ങനെ നോക്കും, നോക്കുക, എന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നതാണോ? അവിടെ സൗകര്യമാണെങ്കിൽ അവിടെ വന്നോളൂ. അവിടെ വെറുതെ നിന്നിട്ട് ഡിസ്കിനൊക്കെ വേദന നൽകണോ? ഇങ്ങോട്ട് വന്നിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഏതായാലും സല്ലു അലാ സയ്യിദനാ മുഹമ്മദിൻ വ ആലി സല്ലല്ലാഹു അലാ മുഹമ്മദ് ഒരു 3 പ്രാവശ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം നമ്മൾ? ദാവു മർളാകും ബിസ്സദഖ. സദഖ നൽകി നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് ഒരു ഈജിപ്തുകാരനായ ഒരു സഹോദരന്റെ ഒരു ചരിത്രം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം രോഗിയായി. ഡോക്ടർമാർ പറഞ്ഞു, യുവർ നെർവ്സ് ആർ ക്ലോസ്ഡ്, നിങ്ങളുടെ ഞാടികളും ഞരമ്പുകളെല്ലാം അടക്കപ്പെട്ടു, ഇനി രക്ഷയില്ല, നിങ്ങൾ മരിക്കാൻ പോവാണ്, യാതൊരു സർജറി നടത്തിയിട്ട് കാര്യമില്ല, ഒരു ഓപ്പറേഷൻ കൊണ്ട് രക്ഷപ്പെടൂല. ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ജർമ്മനിയിലൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ കാണാം. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും പറഞ്ഞു, ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ജർമ്മനിയിലേക്ക് ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് തൻ്റെ രോഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഡോക്ടർ തൻ്റെ രോഗങ്ങളെല്ലാം ഡയഗ്നോസ് ചെയ്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഏത് ചികിത്സ ചെയ്താലും സർജറി നടത്തിയാലും രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, 50% എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരോട്, നിങ്ങളുടെ കുടുംബക്കാരോടെല്ലാം ഒന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഒന്ന് വന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴാണ് ഈജിപ്തുകാരനായ ആ ഒരു സഹോദരൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്നത്. നാട്ടുകാരായ കുടുംബക്കാരോട്, നാട്ടുകാരായ ചങ്ങാതിമാരോട്, തൻ്റെ നാട്ടിലുള്ള സകലമാന ആളുകളോടും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് തൻ്റെ ടൗണിലുള്ള ഒരു കശാപ്പുകാരന്റെ കടയിൽ അവിടെ നിന്ന് തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങളെ പെറുക്കിയെടുക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ സാധിച്ചത്. കശാപ്പുകാരന്റെ കടയിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങളെ പെറുക്കിയെടുക്കുക. അദ്ദേഹം നേരെ ചെന്ന ആ പെണ്ണിന്റെ അടുത്തേക്ക്, പെണ്ണെ നീ എന്താണ് ചെയ്യുന്നത്? പെണ്ണ് പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള ഇറച്ചി കഷ്ണങ്ങളെ പെറുക്കിയെടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം നൽകാൻ എനിക്ക് ഭർത്താവില്ല, എനിക്കുള്ളത് ചെറിയ ചെറിയ മക്കളാണ്, എല്ലാവരും ചെറിയ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇറച്ചിയോ മത്സ്യമോ കഴിക്കാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കശാപ്പുകാരന്റെ കത്തിയിൽ നിന്നും കശാപ്പുകാരന്റെ പലകയിൽ നിന്നും തെറിച്ചു വീഴുന്ന ഇറച്ചി കഷ്ണങ്ങളെ പെറുക്കിയെടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൽ പതിവാണ്. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് വിഷമം വരുന്നത്, അദ്ദേഹത്തിന് ദുഃഖം വരുന്നത്. പടച്ച റബ്ബേ, ഇങ്ങനെയും ജീവിക്കാൻ വകയില്ലാത്ത ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലേ? എടുത്ത് നമ്മൾ വായിച്ചുവല്ലോ, പെരുമ്പാവൂർ കലാപം എന്ന് പറയുന്ന, ജിഷ എന്ന് പറയുന്ന LBS നിയമം പഠിക്കുന്ന ഒരു പെണ്ണിന്റെ
അതിദാരുണമായൊരു കൊലപാതകം നമ്മൾ കണ്ടു നമ്മുടെ പത്രങ്ങളിലൂടെ. സ്ഥലം MLA-യോട്, സ്ഥലം MP-യോട് കാര്യങ്ങൾ പറഞ്ഞു വീടില്ല സഹായിക്കണമെന്ന്. നാട്ടുകാർക്കറിയാം പാപമാണെന്ന്. ഒരാളും സഹായിക്കാൻ പോയിട്ടില്ലല്ലോ. ഒരു വീട് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും സഹായിച്ചോ? പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടതിന്റെ പേരിൽ, ഒരു ദളിത് കുടുംബത്തിൽ പെട്ടതിന്റെ പേരിൽ, താഴ്ന്ന കുടുംബത്തിൽ പെട്ടതിന്റെ പേരിൽ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോ സഹായിക്കാനില്ലാതെ ആരാരുമില്ലാത്ത സമയത്ത് ക്രൂരമായ ചെയ്തികളിലൂടെ ആ പെണ്ണിനെ കൊലപ്പെടുത്തുമ്പോ അട്ടഹാസങ്ങൾ കേട്ടിട്ട് വരെ അയൽവാസികൾ സഹായിക്കാൻ പോയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു നാണക്കേടിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു നാണക്കേടിലേക്ക്. അട്ടഹാസം ചോദിച്ചു, സഹായം അഭ്യർത്ഥിച്ച ഒരു പെണ്ണിനെ സഹായിക്കാൻ പോലും അയൽവാസികൾ തയ്യാറാവാതെ തന്റെ യോനിയിലൂടെ ഇരുമ്പ് ദണ്ഡുകൾ പ്രവേശിപ്പിക്കുകയും തന്റെ കുടൽമാലകൾ പുറത്തു വരികയും ശരീരത്തിൽ നിറയെ 70ഓളം വെട്ടുകൾ ഏൽക്കുകയും ചെയ്തു. ലോകത്തോട് വിട പറഞ്ഞു പോയ ജിഷ എന്നൊരു പെൺകുട്ടി. ആദ്യ പെൺകുട്ടി വിട പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയക്കാർ സ്ഥലത്തെത്തുന്നത്. എന്നിട്ട് വോട്ട് ബാങ്കായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നീതി ഞങ്ങൾ കൊണ്ടുവരാം, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. എവിടെ പോയി ഈ രാഷ്ട്രീയക്കാരൊക്കെ മുമ്പ്? ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷമാണോ പരിഹാരം കാണേണ്ടത്? അല്ല, അനുഭവിച്ചതിന് ശേഷമല്ല പരിഹാരം കാണേണ്ടത്. ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം, ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് അവരെ സഹായിക്കേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ്. അത് അനുഭവിച്ച് ഏതെങ്കിലും ഒരു കൊലപാതകങ്ങൾ നടന്നതിന് ശേഷമോ, ഏതെങ്കിലും ഒരു പീഡനങ്ങൾ നടന്നതിന് ശേഷമോ, ഏതെങ്കിലും ഒരു കൊള്ള നടന്നതിന് ശേഷമോ അല്ല പരിഹാരം കാണേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം വരാതെ ആ ഒരു നാടിനെയും ആ ഒരു കുടുംബത്തെയും ആ ഒരു നാട്ടുകാരെയും സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണല്ലോ. ജീവിക്കാൻ വകയില്ല, വീട് തന്നെ ഏതോ ഒരു ശീല കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. തന്റെ വേദനയോ തന്റെ ദുഃഖമോ ആരോടും പറയാതെ എല്ലാം സഹിച്ചുകൊണ്ടൊരു പെണ്ണ് ജീവിച്ചു. പാവപ്പെട്ട പെണ്ണ് ഭക്ഷണം കഴിക്കാറില്ല, ഭക്ഷണം കഴിക്കാൻ പല ദിവസങ്ങളിലും കിട്ടാറില്ല. പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾക്ക് ഈ വാലിന് വേണ്ടി സ്ഥലമൊരുക്കി തന്നത് ഒരു അവിശ്വാസിയായ ഒരു അമുസ്ലിമായ ഒരു സഹോദരനാണെന്ന് കേട്ടു. ഞാൻ പറയട്ടെ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു അമുസ്ലിമായ സഹോദരനോ അമുസ്ലിമായ സഹോദരിയോ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് മരണം അനുഭവിക്കേണ്ടി വന്നാൽ, വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വന്നാൽ, അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പോ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു തന്നല്ലോ, നമ്മുടെ അയൽവാസി പട്ടിണി കിടന്ന് നമ്മൾ വേറെ നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മുസ്ലിം അല്ല എന്ന്. അവിടെ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് പറഞ്ഞില്ല. അമുസ്ലിമായ ഒരു സഹോദരനോ സഹോദരിയോ പട്ടിണി കിടന്ന് മരിച്ചാൽ, വീടില്ലാതെ പ്രയാസപ്പെട്ടാൽ, വെള്ളം കുടിക്കാനില്ലാതെ ബുദ്ധിമുട്ടിയാൽ, തൊട്ടുപുറത്തൊരു മുസ്ലിമുണ്ട്, അയാൾ അടിച്ചിങ്ങനെ ലാവിഷായി ജീവിക്കുകയാണ് എങ്കിൽ നിന്നെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല, നിന്റെ ഈമാനിന് കോട്ടം സംഭവിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പഠിപ്പിക്കുകയാണ്. നമ്മൾ പട്ടിണി കിടന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടൂല. നമ്മൾ 4 or 5 ദിവസമോ ഒരാഴ്ചയോ കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടമാവൂല. പക്ഷെ നമ്മുടെ അയൽവാസി മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അയാൾ പട്ടിണി കിടന്നു, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം നമ്മൾ. പരിശുദ്ധമായ ഇസ്ലാം നാട്ടിൽ സാമ്പത്തികമായ സന്തുലിതാവസ്ഥയെ ഒരുപാട് പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈജിപ്തുകാരനായ ആ ഒരു സഹോദരൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മക്കളോടും ഭാര്യയോടും യാത്ര പറഞ്ഞു ജർമ്മനിയിലേക്ക് പോവാൻ നിൽക്കുമ്പോ ആ വഴിയിലാണ് കശാപ്പുകാരന്റെ കടയിൽ നിന്ന് ഇറച്ചി കഷ്ടം കുറുക്കിയെടുക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ സാധിച്ചത്. പെണ്ണ്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല, എനിക്ക് ഭക്ഷണം നൽകാൻ ആളില്ല, ഒരുപാട് കാലമായി ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് എന്റെ മക്കൾക്ക് ഇറച്ചി ഭക്ഷണം നൽകിയിട്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് തെറിച്ചു വീഴുന്ന ഇറച്ചിയുടെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ടാണ് ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് നേരെ ചെന്നത് കശാപ്പുകാരന്റെ ഷോപ്പിലേക്ക്.
എന്നിട്ട് അയാളോട് പറഞ്ഞു, തന്റെ പോക്കറ്റിൽ നിന്ന് വലിയൊരു തുക എടുത്തുകൊണ്ട് അയാളെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണിന് 1 വർഷക്കാലം എപ്പോൾ വന്നാലും ഏത് സമയത്ത് വന്നാലും ആ കുടുംബത്തിന് മതിയാവുന്ന രീതിയിൽ, ആ കുടുംബത്തിന് ആവശ്യമാകുന്ന രീതിയിൽ നിങ്ങൾ ഇറച്ചി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷത്തേക്കുള്ള തുകകൾ ആ കശാപ്പുകാരന്റെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. മക്കളോട് സലാം പറഞ്ഞു, ഭാര്യയോട് സലാം പറഞ്ഞു, കുടുംബങ്ങളോട് സലാം പറഞ്ഞു. നേരെ ചെന്നത് ജർമ്മനിയിലേക്കാണ്. ജർമ്മനിയിലേക്ക് ചെന്ന് ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഡയഗ്നോസ് ചെയ്തു. ഒന്ന് പരിശോധിച്ച ശേഷം ഡോക്ടർ ഇയാളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരെയാണ് നിങ്ങളുടെ രോഗത്തെ ആരെയാണ് കാണിച്ചത്? ആരാണ് ചികിത്സിച്ചത്? ഏത് മരുന്നാണ് നിങ്ങൾ കഴിച്ചത്? ആരാണ് സർജറി നടത്തിയത്? ആരാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ ഒരാളെയും കാണിച്ചിട്ടില്ല. ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. പാവമായ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു പെണ്ണിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അത് കാരണം അല്ലാഹുവിന്റെ അസുഖങ്ങളെ ശിവപ്പെടുത്തിയതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചികിത്സയുടെയോ ഒരു നാണയത്തുട്ടിന്റെയോ ചെലവില്ലാതെ മരിക്കാൻ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ ആരാണിത് പഠിപ്പിച്ചത്? ദാവൂ മർലാകും ബിസ്സദഖ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സ്വതക്ക നൽകിക്കൊണ്ട് ചികിത്സിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹ്. എവിടേക്കാണ് നിങ്ങൾ സ്വതക്ക നൽകേണ്ടത്? ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതി, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് വരുന്ന നന്മകൾ, ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ പഠിച്ച ഇൽമുകൾ, നമ്മൾ പഠിപ്പിച്ച ഇൽമുകളൊക്കെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും. വവലദൻ സാലിഹൻ തറക, നമ്മൾ ഇട്ടേച്ചു പോയ സാലിഹീങ്ങളായ മക്കൾ, അത് നമ്മുടെ ഖബറിലേക്ക് വരാനുള്ളതാണ്. ഉപ്പ മരിക്കാൻ കിടക്കുമ്പോ 90-95 വയസ്സായി ലോകത്തോട് വിട പറഞ്ഞ് രോഗശൈലിയിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് ഉപ്പ ലോകത്തോട് വിട പറയുമ്പോ സാലിഹീങ്ങളായ 1, 2, 3, 4 മക്കളെ ഇവിടെ ഇട്ടേച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ആ ഉപ്പാക്ക് മരണമില്ല, ആ ഉപ്പാക്ക് അന്ത്യമില്ല. ഈ മക്കൾ ഇവിടെ ജീവിക്കുന്ന കാലത്തോളം, ഈ മക്കൾക്ക് 90-100 വയസ്സ് പ്രായമെത്തുന്ന കാലത്തോളം ഉപ്പയുടെ ഖബറിലേക്ക് നന്മകൾ കടന്നു വരികയാണ്. ഞാൻ പറയട്ടെ, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാരുണ്ട്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മമാരുണ്ട്. ഞങ്ങളെ സ്നേഹിച്ചവരാണല്ലോ അവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരാണല്ലോ, ഞങ്ങൾക്ക് അഭയം നൽകിയവരാണല്ലോ, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയവരാണല്ലോ. അവരിന്ന് ഖബറിൽ കിടക്കുകയാണ്. എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി ഖബറിന്റെ ഗത്തലങ്ങളിൽ എന്റെ മക്കളുടെ ദുആക്ക് വേണ്ടി, എന്റെ മക്കളുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി, എന്റെ മക്കളുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മയ്ക്ക് എന്താണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക? മക്കൾ ഉമ്മമാരോട് സ്നേഹമുണ്ടല്ലോ, ഉപ്പമാരോട് സ്നേഹമുണ്ടല്ലോ. എങ്ങനെയാണ് ആ സ്നേഹം നമ്മൾ തീർക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അവരോട് ഞാൻ എങ്ങനെയാണ് അവരോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത്? അവരോടുള്ള കടമകൾ എങ്ങനെയാണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവരുടെ പേരിൽ സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മുടെ ഉപ്പമാരോ ഉമ്മമാരോ ലോകത്തോട് വിട പറഞ്ഞു പോയി ഖബറിന്റെ വിശ്രമം കൊള്ളുകയാണെങ്കിൽ ഈ പറയുന്ന ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 1000-ങ്ങളോ 10,000-ങ്ങളോ സിമന്റുകളോ നമ്മളാൽ കഴിയുന്ന കല്ലുകളോ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ ഉപ്പയുടെ ഖബറിടം സ്വർഗീയമാവണം, എന്റെ ഉമ്മയുടെ ഖബറിടം സ്വർഗീയമാവണം എന്ന് പറഞ്ഞുകൊണ്ട് സദഖ നൽകിയാൽ ഇൻഷാ അല്ലാഹ് ഒരു 19 വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്കും ഇതാ വാർദ്ധക്യം പിടിപ്പെടുകയാണ്, നമ്മുടെ മുടികൾ നിറച്ചു വരികയാണ്, നമ്മുടെ പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്, നമ്മുടെ മുഖം ചുളിഞ്ഞു വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടോ ചൊല്ലാതെയോ ലോകത്തോട് വിട പറഞ്ഞു ഖബറിൽ ഇങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ മക്കളെ സ്വാലിഹാക്കി വളർത്താൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ മക്കള് ആ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് വേണ്ടി ഇങ്ങനെയുള്ള വാലുകൾ നടക്കുമ്പോ, ഇങ്ങനെയുള്ള സദസ്സുകൾ നടക്കുമ്പോ, അങ്ങനെ പള്ളിയിലേക്കോ മദ്രസയിലേക്കോ
ദീനീ സ്ഥാപനങ്ങളിലേക്കോ ആയിരങ്ങളോ പതിനായിരങ്ങളോ നൽകി സംഭാവന ചെയ്ത് എന്റെ ഉപ്പാന്റെ ഖബറിടമെന്ന് സ്വർഗീയമാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മളാണ് അവിടെ രക്ഷപ്പെടുന്നത്. എന്തോ ഒരു സന്തോഷമായിരിക്കും അവിടെ, എന്തോ ഒരു ഹാപ്പി ആയിരിക്കും. നമ്മൾ നാളെ ഖബറത്തിൽ മക്കളെ വളർത്തിയത് കൊണ്ട് നേട്ടമുണ്ടായല്ലോ, ഈ മക്കളെ കൊണ്ടൊരു ഉപകാരമുണ്ടായല്ലോ എന്ന ഖബറാളികൾ ഖബറിൽ വെച്ച് പറയാൻ തുടങ്ങും. ആ ഒരു സന്തോഷം നമ്മുടെ ഉപ്പമാർക്ക് നൽകാൻ വേണ്ടി, നമ്മുടെ ഉമ്മമാർക്ക് നൽകാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇഖ്ലാസോടുകൂടെ, പേരിന് വേണ്ടിയല്ല, സ്ഥാനത്തിന് വേണ്ടിയല്ല, നാലാളുകൾ അറിയാൻ വേണ്ടിയല്ല, ഉപ്പമാരുടെ ഖബറിടം സ്വർഗീയമാകാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി നല്ലൊരു തുകകൾ നൽകിയാൽ അത് ഉപ്പമാർ രക്ഷപ്പെടാൻ കാരണമാണ്, നമ്മളും രക്ഷപ്പെടാൻ കാരണമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ നൽകുന്ന മുസ്ഹഫുകൾ അത് നമ്മൾക്ക് നാളെ രക്ഷയാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ മുസ്ലിമായ ഒരു സഹോദരൻ തന്റെ ചത്തുപോയ കുതിരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒരു സഹോദരൻ ഇങ്ങനെ തന്റെ ചത്തുപോയ ഒരു യോദ്ധാവ്, മുസ്ലിമായ ഒരു യോദ്ധാവ് തന്റെ ചത്തുപോയ കുതിരയുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ യുദ്ധം വിജയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്തിനാണ് കരയുന്നത്? മുസ്ലിമീങ്ങൾ യുദ്ധം വിജയിച്ചുവല്ലോ, എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് ആ യോദ്ധാവ് പറയുന്നത്, യുദ്ധം വിജയിച്ചു എന്നത് ശരി തന്നെ, പക്ഷെ ഞാൻ രണാങ്കണത്തിലേക്ക് ഓടിച്ചാടി ചൂരിപ്പാഞ്ഞിരുന്ന എന്റെ കുതിരയുണ്ടല്ലോ, എന്റെ പടക്കുതിര ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്, എന്റെ പടക്കുതിര ചത്തുപോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോഴാണ്, ആ യോദ്ധാവ് പറഞ്ഞപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു യോദ്ധാവിനോട് ചോദിക്കുന്നത്, എത്ര വിലയുണ്ട് ആ കുതിരയ്ക്ക്? എനിക്ക് വിൽക്കുമോ? ആ ചത്തുപോയ കുതിര എനിക്ക് തരുമോ? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനോട് ചോദിക്കുന്നത്, സുഖമില്ലേ? ചത്തുപോയ കുതിരയാണ്, ആരാണിത് വിൽക്കുന്നത്? ആർക്കാണിത് വേണ്ടത്? എന്തിനാണിത് ചോദിക്കുന്നത്? ഇതിന് വില, ചത്തുപോയ കുതിരയ്ക്ക് വിലയുണ്ടോ? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ചത്തപ്പോഴുള്ള വിലയല്ല ഞാൻ ചോദിച്ചത്, ഇത് ജീവിച്ചിരിക്കുമ്പോൾ എത്ര വിലയാണ് ഇതിനുള്ളത്, എത്ര വിലയ്ക്കാണ് വാങ്ങിയത്? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, 4000 ദിർഹം നൽകിക്കൊണ്ട് വാങ്ങിച്ച കുതിരയാണിത്, നീ പിടിച്ചോ, 4000 ദിർഹം നീ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് 4000 ദിർഹം എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യോദ്ധാവിന് നൽകുകയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചത്തുപോയ കുതിരയുമായിട്ടയാൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തന്റെ വസതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോഴാണ് ആ യോദ്ധാവ് ഓടി വരുന്നത്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, ഇന്നലെ ഞാൻ ചത്തുപോയ ഒരു കുതിരയെ നിങ്ങൾക്ക് വിറ്റുമല്ലോ, ആ കുതിര നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം, ചത്തുപോയ കുതിര നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അത് ചത്തുപോയ കുതിരയല്ലേ? ഇന്നഹാ മൈത, എന്തിനാണ് ചത്തുപോയ കുതിര നിങ്ങൾക്ക്? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഓർക്കണം, നമ്മൾ നൽകുന്ന ആയിരങ്ങളോ, നമ്മൾ നൽകുന്ന 10,000ങ്ങളോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ എത്ര ഡബിളായി, ട്രിപ്പിളായിട്ടാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. ഇരട്ടിയായി 700 കണക്കിന് ഇരട്ടിയായി അല്ലാഹു നാളെ സ്വീകരിക്കുകയാണ്. പിന്നെ സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നത്തിലെ മാറ്റർ എന്നറിയോ? ഞാൻ ഉറങ്ങുമ്പോൾ ഖിയാമത്ത് നാൾ സംഭവിച്ചു. എങ്ങനെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ സുഖിക്കുമ്പോഴാണ് എന്റെ കുതിരയെ എനിക്ക് കാണാൻ സാധിച്ചത്. രണാങ്കണത്തിലൂടെ ചൂരിപ്പാഞ്ഞിരുന്ന എന്റെ പടക്കുതിര അവിടെയുണ്ട്. 2-3 മാലാക്കന്മാർ അതിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. എന്റെ കുതിരയിൽ മുത്തുകളും രത്നങ്ങളും കൊണ്ട് എന്റെ കുതിരയെ അലങ്കരിച്ചിട്ടുണ്ട്. 70ഓളം കുതിരകൾ, എന്റെ കുതിരയ്ക്ക് ചുറ്റും 70ഓളം കുതിരകളുണ്ട്.
ഇത് കണ്ടപ്പോൾ എന്റെ കുതിരയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുതിരയെ കടന്നു പിടിക്കാൻ ചെന്നു. അപ്പോഴേക്കും മാലാഖമാർ എന്നെ ഓടിവിട്ടു, ഇത് നിങ്ങളുടെ കുതിരയല്ല, നിങ്ങൾക്കിതിൽ അവകാശമില്ല. ഞാൻ ചോദിച്ചു, എന്റെ ജീവിതകാലത്ത് ഇതിന്റെ മരണം വരെ രണാങ്കണത്തിലേക്ക് കൊണ്ടുപോയ കുതിരയാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ എന്റേതല്ല എന്ന് പറയുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ രാത്രി വരെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഇടപാട് നടത്തുന്ന കാലം വരെ ഇത് നിങ്ങളുടെ കുതിരയായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ ഇത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്, നിങ്ങൾക്കിതിൽ അവകാശമില്ല എന്നൊരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് എനിക്ക് തിരിച്ചു തരണം, എന്റെ കുതിരയെ എനിക്ക് സ്വർഗത്തിൽ ലഭിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ദുനിയാവിലുള്ള സമ്പത്ത് പിശുക്കി വെക്കുന്ന ആളുകൾ, ആർക്കും നൽകാതെ വെക്കുന്ന ആളുകൾ, ഇതൊക്കെ ആഖിറത്തിനുള്ള അല്ലാഹു അളഅഫൻ മുളാഫ ഇരട്ടിയായി അല്ലാഹു നൽകുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്വീകരിച്ചത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫ് മുംസികൻ തലഫാ, എല്ലാ ദിവസവും അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളാണല്ലോ നമ്മളൊക്കെ, ഹബീബിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഹബീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമെന്നുള്ള വിശ്വാസമുള്ള ആളാണല്ലോ. ആ ഹബീബാണ് പറയുന്നത്, എല്ലാ ദിവസവും അള്ളാഹു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. മലക്കൊരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യന്മാരും ജിന്നവർഗവുമല്ലാത്ത സകലമാന ആളുകളും ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ, അല്ലാഹുവേ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നൽകാതെ എല്ലാം സ്വന്തമായി ഇങ്ങനെ സ്വരൂപിച്ചു വെക്കുന്ന ആളുകൾക്ക് തലഫാ, അവർക്ക് നാശം നൽകണേ അല്ലാ. പിടിച്ചു വെക്കുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്, പിടിച്ചു വെക്കുമ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. ആർക്കും കൊടുക്കാതെ എല്ലാം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കുമ്പോഴാണ് അല്ലാഹു ആ സമ്പത്തിനെ നശിപ്പിക്കുന്നത്. ഇത് മാലാഖമാരുടെ ദുആയാണ്. ഒരു നാട്ടിൽ പോയപ്പോ അവിടെയുള്ള ഒരു ഉസ്താദ് പറഞ്ഞൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. വലിയ വലിയ മുതലാളിമാരായ, വലിയ വലിയ ധനികരായ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണത്. പക്ഷേ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകൂല, ആരും സംഭാവന നൽകൂല, കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പിശുക്ക് കാട്ടുന്ന ആളുകളാണ്. എന്താ അല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷ എന്തെന്നറിയോ? ആ നാട്ടിലുള്ള 60% ആളുകൾക്കും ക്യാൻസർ ബാധിച്ചു. 60% ആളുകൾക്കും ക്യാൻസർ ബാധിച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പടച്ച റബ്ബേ കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നീ നാശം നൽകണേ അല്ലാ. വലിയ വലിയ ഭീമാകാരമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയാൽ ഒരു പക്ഷേ ഒരു രോഗം മതി തന്റെ കയ്യിലുള്ള സകലമാന സമ്പത്തും അല്ലാഹു നശിപ്പിച്ചു കളയാൻ. അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ അല്ലാ. ഒന്നുമില്ലാത്ത ആളുകൾ, ജീവിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന, ഒരു നേരത്തെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പാടുപെടുന്ന ആളുകൾ നമ്മളാൽ കഴിയുന്ന ഒരു ഷെയർ സ്ഥാപനങ്ങളിലേക്കോ പള്ളിയിലേക്കോ പാവങ്ങളായ ആളുകളിലേക്കോ നൽകാൻ തയ്യാറായാൽ അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ, ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണേ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ദുആ ചെയ്യുമ്പോ അത് നടക്കാതിരിക്കുമോ? അത് സംഭവിക്കാതിരിക്കുമോ? ഹബീബ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കാതിരുന്നിട്ടുണ്ടോ? അതൊക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് മുത്ത് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരു സഹാബി കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീടിന്റെ അടുത്തൊരു ബൗണ്ടറി ഉണ്ട്. ആ ഒരു ബൗണ്ടറിയോട്, ആ ഒരു ചുമരിനോട് ചാരി നിൽക്കുന്ന ഒരു ഈന്തപ്പനയുണ്ട്. ആ ഈന്തപ്പനയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഈന്തപ്പനകൾ ഇങ്ങനെ താഴേക്ക് വീഴാറുണ്ട് നബിയെ.
അതിൽ നിന്ന് എന്റെ മക്കൾ എടുത്ത് പെറുക്കി തിന്നാറുണ്ട് നബിയെ, അത് ഹറാമാണല്ലോ. അപ്പുറത്തുള്ള ഒരു വീട്ടുകാരന്റെ ഈന്തപ്പനയാണ്, സമ്മതമില്ലാതെ കഴിച്ചാൽ, അനുവാദമില്ലാതെ കഴിച്ചാൽ അത് ഹറാമാണല്ലോ. അയാളാണെങ്കിൽ തൃപ്തിപ്പെടുന്ന ആളുമല്ല നബിയെ. അതുകൊണ്ട് നിങ്ങൾ എന്നൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു സഹായം ചെയ്യണം നബിയെ. എന്താണ് സഹായം എന്നറിയോ? ഒന്നുകിൽ അയാളോട് അതിന്റെ ഈന്തപ്പനകൾ കഴിച്ചാൽ കുഴപ്പമില്ല, സമ്മതമാണെന്ന് പറയിക്കണം. അല്ലെങ്കിൽ ആ ഈന്തപ്പന എനിക്ക് വിൽക്കാൻ പറയണം, ഞാനത് വാങ്ങാൻ തയ്യാറാ, എനിക്ക് വിൽക്കാൻ പറയണം നബിയെ. ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് വിറ്റ് തരുന്നില്ല, അയാൾ എനിക്ക് വിൽക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുകാരനെ വിളിക്കുന്നത്. ആ വീട്ടുകാരനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ഈന്തപ്പന നീ ഇയാൾക്ക് കൊടുക്കുമോ, ഇയാൾക്ക് വിൽക്കുമോ? ഇല്ല നബിയെ, എനിക്ക് വിൽക്കാൻ പറ്റില്ല, ഞാനിത് തരില്ല നബിയെ, എന്റെ ഇഷ്ടപ്പെട്ട പനയാണ് നബിയെ, എനിക്ക് തരാൻ പറ്റില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്നാൽ നീ വെറുതേക്ക് കൊടുത്തേക്ക്, വെറുതേക്ക് സ്വതക്ക ചെയ്തേക്ക്, അതിന് പകരമായി ഞാൻ സ്വർഗത്തിലൊരു ഈന്തപ്പന വാങ്ങിച്ചു തരാമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലൊരു ഈന്തപ്പന വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്നാണല്ലോ അല്ലേ? സ്വർഗത്തിലൊരു വീട് തരാം, സ്വർഗത്തിലൊരു ഈന്തപ്പന തരാം, സ്വർഗത്തിലൊരു പൂന്തോട്ടം തരാം, ഒരു കൊട്ടാരം തരാം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്നാണ്. ഈ മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗത്തിലൊരു ഈന്തപ്പന തരാം, അത് നീ വെറുതെ കൊടുത്തൂടെ? അയാൾ പറഞ്ഞു, നബിയേ, എനിക്ക് കൊടുക്കാൻ പറ്റില്ല നബിയെ, ഞാനത് കൊടുക്കില്ല, എന്റെ ഇഷ്ടപ്പെട്ട പനയാണ് നബിയെ. അല്ലാഹുവിന്റെ ഹബീബിന് വിഷമം വന്നു, അയാൾ തിരിച്ചുപോയി. ഈ ഒരു രംഗം ഒരു സഹാബി കാണുന്നുണ്ട്, മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു. ഉടനെ ഓടി വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക്, യാ റസൂലല്ലാഹ്, ഞാനത് വാങ്ങിച്ചാൽ എനിക്കെന്താണ് താങ്കൾ തരിക? ഞാനത് വാങ്ങിക്കുകയും ഈ പാവപ്പെട്ട സ്വഹാബിക്ക് കൊടുക്കുകയും ചെയ്താൽ എനിക്കെന്താണ് നിങ്ങൾ പകരം തരിക? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് ഞാൻ സ്വർഗത്തിലൊരു ഈന്തപ്പന തരാം, തരുമോ നബിയെ? സ്വർഗത്തിലൊരു ഈന്തപ്പന തരാമെന്ന് പറഞ്ഞപ്പോ ഓടിച്ചെന്നു ആ മുനാഫിഖായ സഹോദരന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു ഈന്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഇല്ല. നിങ്ങളുടെ ഈന്തപ്പന എനിക്ക് വിൽക്കുമോ? ഞാൻ തുക നൽകാമില്ല. അപ്പോഴാണ് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പൂന്തോട്ടം എന്റെ ഈന്തപ്പന തോട്ടം നിങ്ങൾക്കറിയാമല്ലോ, 600 കണക്കിന് സുഭിക്ഷമായി വളർന്നു നിൽക്കുന്ന ഈന്തപ്പനകളുള്ള ഈ നാട്ടിൽ പേര് കേട്ട നല്ല മധുരിതമായ ഫലങ്ങൾ കായ്ക്കുന്ന എന്റെ ഈന്തപ്പനകളുണ്ടല്ലോ, അതിന്റെ മധ്യത്തിൽ മനോഹരമായ മധുരിതമായ വെള്ളത്തിന്റെ ഒരു കിണറുണ്ട്, അതിന്റെ അകത്തൊരു വീടുണ്ട്, ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം, ആ ഒരു ഈന്തപ്പന എനിക്ക് തരുമോ? ചോദ്യം നോക്കണം, ഒരു തെങ്ങിന് പകരം 600 തെങ്ങുകളുള്ള, അത് തന്നെ സുഭിക്ഷമായി സമൃദ്ധമായി തേങ്ങകൾ നമ്മൾക്ക് നൽകുന്ന ഒരു തെങ്ങിൻ തോട്ടത്തെ, ഒരു തെങ്ങിന് പകരമായി നിങ്ങൾ എനിക്ക് നൽകുമോ? അയാളുടെ കണ്ണ് തള്ളിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇയാളുടെ തോട്ടം എനിക്കറിയാം, മദീനയിൽ പ്രശസ്തമായ തോട്ടമാണ്, മദീനയിൽ പേര് കേട്ട തോട്ടമാണ്, എല്ലാവരും കൊതിച്ചു പോകുന്ന തോട്ടമാണല്ലോ ഇത്. ഞാൻ തരാം, സത്യമാണോ? അതേ സത്യമാണ്, എന്റെ തോട്ടം നീ എടുത്തോ, പക്ഷേ ഈ ഒരു ഈന്തപ്പന എനിക്ക് തരണം. അയാൾ വിറ്റു. 600 കണക്കിന് സുഭിക്ഷമായി നീണ്ടു നിൽക്കുന്ന ഈന്തപ്പന തോട്ടവും അതിന്റെ അകത്തളങ്ങളിൽ മധുരിതമായ വെള്ളവുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു അരുവി, അതിൽ തന്നെ ഒരു മനോഹരമായ വീട്, ഒരു ഈന്തപ്പനയ്ക്ക് പകരം അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നിട്ട് ഈ ഒരു ഈന്തപ്പന പാവമായ മുസ്ലിമായ സഹോദരന് നൽകുകയും ചെയ്തു. ഇത് നീ പിടിച്ചോ, ഇയാൾക്കൊന്നുമില്ല. ഉടനെ ചെന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, ഞാനത് വിറ്റു നബിയേ. റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്, അബൂ ദഹ്ദാഹേ, നിങ്ങളുടെ കച്ചവടം ഇതാ വിജയിച്ചിരിക്കുകയാണ്, ലാഭമുള്ള കച്ചവടമാണ് നിങ്ങൾ ചെയ്തത്, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള കച്ചവടമാണിത്.
അപ്പോഴാണ് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇതിന് പകരമായി എനിക്ക് സ്വർഗീയ ലോകത്തൊരു ഈന്തപ്പന നിങ്ങൾ നൽകുമോ? നബി തങ്ങൾ പറഞ്ഞു, ഈന്തപ്പനയല്ല, ഒരുപാട് ഈന്തപ്പന ഞാൻ നൽകാം. സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഓടിച്ചെന്നു തന്റെ തോട്ടത്തിലേക്ക്. അവിടെയുണ്ട് തന്റെ ഭാര്യ, അവിടെയുള്ള എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ തോട്ടത്തിൽ വെച്ചുകൊണ്ട്. ഭാര്യയോട് പറഞ്ഞു, പോയിക്കോ, ഇനി മുതൽ ഈ തോട്ടം ഞങ്ങൾക്കുള്ളതല്ല, ഇനി മുതൽ മക്കളോ നീയോ തോട്ടത്തിലേക്ക് വരാൻ പാടില്ല, ഇത് ഞാൻ വിറ്റിരിക്കുകയാണ്. ഭാര്യ ചോദിച്ചു, എന്ത് വിലയ്ക്കാണ് വിറ്റത്, എത്ര ലഭിച്ചു, എത്ര തന്നു എന്ന് ചോദിക്കുമ്പോഴാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വർഗത്തിലുള്ള ഒരു ഈന്തപ്പനയ്ക്ക് വേണ്ടി ഞാനൊരു ഈ തോട്ടത്തെ വിറ്റു എന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യയും പറഞ്ഞു, റബ്ഹൽ ബൈഉ യാ അബൂ ദഹ്ദാ, അബൂ ദഹ്ദാ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് പോയി. പൊന്നു സഹോദരങ്ങളെ, കേൾക്കണ്ടേ? നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്താ പറയാ? ഗൾഫിലൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പ് ഞാനൊരു പാവപ്പെട്ട ഒരു സഹോദരന് വെറുതേക്ക് കൊടുത്തു, എന്നിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ ഭാര്യ വെറുതെ വിടുമോ? എന്നാൽ ഈ ഭാര്യ, മഹാന്മാരായ സ്വഹാബി വനിതകൾ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം വിജയിച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ ചെയ്തത് ഒന്നാം തരം കച്ചവടമാണെന്ന് പറഞ്ഞു. ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ച ഭാര്യ, ദീനിന് വേണ്ടി തന്റെ തോട്ടങ്ങളെ ചെലവഴിച്ച ഭർത്താവ്. ഈ ഒരു പാഠം നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമല്ലോ. അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ, നൽകുന്നവർക്ക് പകരം നൽകണേ അല്ലാഹ്, എന്ത് നൽകിയാലും അവർക്ക് പകരം നൽകണേ അല്ലാഹ്. ഇല്ലാത്തവർ ഉള്ളത് കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഡബിളായി, അതിന്റെ ട്രിപ്പിളായി അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ലല്ലോ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമെത്തുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ നിങ്ങൾ ചെലവഴിക്കണേ. മൂന്ന് കാര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ടാവില്ല. മുമ്പ് വിശ്വസിച്ചവരുടെ ഈമാനല്ലാതെ വേറെ മൃഗം ഞങ്ങളെ നേരെ കൊണ്ടുപോയതൊരു ഗുഹയിലേക്കാ. ഞങ്ങളെല്ലാവരും ഗുഹയിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് അവിടെ ഒരു സഹോദരൻ, ഭീമാകാരനായ ഒരു സഹോദരൻ. അയാളുടെ കൈകളെ ചങ്ങലയ്ക്കിട്ട് ബന്ധിച്ചിട്ടുണ്ട്, അയാളുടെ കാലുകളെയും ബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറേബ്യയിൽ നിന്നാണ്. അപ്പോഴാണ് ഞങ്ങളോട് ചോദിച്ചത്, അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, വന്നിട്ടുണ്ട്. മക്കക്കാരായ ആളുകൾ അയാളിൽ വിശ്വസിച്ചോ അല്ല അവിശ്വസിച്ചോ? ഞങ്ങൾ പറഞ്ഞു, മക്കക്കാരയാളെ മദീനയിലേക്ക് ആട്ടിയോടിച്ചിട്ടുണ്ട്. അയാൾ ഞങ്ങളോട് പറഞ്ഞു, മക്കക്കാർക്ക് അയാളിൽ വിശ്വസിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ബൈസാൻ എന്ന് പറയുന്ന അതേപോലെയുള്ള ആ തോട്ടം അവിടെ കായ്ക്കുന്നുണ്ടോ, അവിടെ ഫലങ്ങളുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അവിടെ ഫലങ്ങളുണ്ട്, ആ തോട്ടങ്ങളിൽ ഫലം കായ്ക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ തോട്ടങ്ങളിൽ എന്നാണ് ഫലം കായ്ക്കാതിരിക്കുന്നത്, അന്ന് ഞാൻ പുറപ്പെടാൻ പോവാണ്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. ഒരു തടാകം വെട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെടാൻ പോവാണ്. എന്നിട്ട് പറഞ്ഞു, അനൽ മസീഹ്, ഞാനാണ് ദജ്ജാൽ, എന്നെ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ ഈ ചങ്ങലയുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അല്ലാഹു എന്നെ മോചിപ്പിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ദജ്ജാൽ എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ദജ്ജാൽ പുറപ്പെട്ടാൽ പിന്നെ ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. മുഅ്മിനീങ്ങളെ ആലോചിക്കണം, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ദജ്ജാൽ അങ്ങോട്ട് പുറപ്പെടും. അപ്പോൾ നമ്മുടെ ചാനലുകാർ നമ്മുടെ പത്രങ്ങളെല്ലാം ഫോട്ടോ സഹിതം വീഡിയോ സഹിതം ദജ്ജാലിന്റെ ആ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യും. ആ വാർത്തകൾ പ്രചരിപ്പിക്കും. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ദജ്ജാൽ കടന്നു വന്ന വാർത്ത നമ്മൾ അറിയും. അപ്പോഴാണ് മുസ്ലിമീങ്ങളായ ആളുകൾ പറയുന്നത്, ദജ്ജാൽ കടന്നു വരുമെന്ന് മുസ്ലിമീങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇസ്ലാം തന്നെയാണ് സത്യം.
മുസ്ലിമീങ്ങളുടെ ഭാഗത്താണ് സത്യമുള്ളത്. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരും. പക്ഷേ ഇതൊരു സംഭവമായി മാറാതിരിക്കാൻ, ദജ്ജാൽ വരുന്നത് ഒരു അത്ഭുതമായി മാറാതിരിക്കാൻ ഇന്ന് ജൂതന്മാരും അമേരിക്കക്കാരനും ഇസ്രായേൽക്കാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. ഡോളറിന്റെ മുകളിലുള്ള ഡോളറിനുള്ള പിരമിഡും ആ പിരമിഡിന്റെ മുകളിലുള്ള ഒറ്റക്കണ്ണും, ആനിമേഷൻ വീഡിയോകളുണ്ട്, ആനിമേഷൻ ഗെയിമുകളുണ്ട്, അതിലെല്ലാം ഒറ്റക്കണ്ണുള്ള ഒരുപാട് ഒറ്റക്കണ്ണുള്ള അഭിനയിക്കുന്ന ആളുകൾ, അവർക്കുള്ള കണ്ണ് ഒറ്റക്കണ്ണാണ്. അപ്പൊ ഒറ്റക്കണ്ണ് കണ്ട് 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 ദജ്ജാൽ എന്ന സംഭവം നമ്മൾക്കൊരു സർവ്വസാധാരണയായി മാറുകയാണ്. ചാനലുകളിലൂടെ നമ്മൾ കാണുന്നു, സിനിമകൾ ഇറങ്ങുന്നു, അതേപോലെ ആനിമേഷൻ സിനിമകൾ ഇറങ്ങുന്നു, ആനിമേഷൻ ഗെയിമുകൾ ഇറങ്ങുന്നു. ഇതൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒറ്റക്കണ്ണിനെ കാണുമ്പോൾ അത്ഭുതമില്ല. പിന്നെ ചാനലുകാർ, പത്രക്കാരൊക്കെ ഫോട്ടോ സഹിതം നമ്മളിലേക്ക് വാർത്ത എത്തിച്ചാൽ ഞങ്ങൾ പറയും ഇതൊക്കെ മുമ്പേ ഉള്ളതല്ലേ, ഇതൊന്നും പ്രശ്നമില്ലല്ലോ. ആ ഒരു രീതിയിലേക്ക് സർവ്വസാധാരണമായ സംഭവമാക്കി മാറ്റാൻ ഇസ്രായേലുകാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമേരിക്കക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ചാനലുകാരൻ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരും. എന്തിനാണ് വരുന്നത്? ഞാൻ ഇസ്ലാമിൽ കടന്നു വരികയാണ്. പക്ഷേ അല്ലാഹു പറയുന്നു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. അല്ലാഹുവിൽ ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് വരെ ആരൊക്കെയാണോ വിശ്വസിച്ചത് അവരുടെ ഈമാൻ മാത്രമേ അല്ലാഹുവിന് ആവശ്യമുള്ളൂ. മുസ്ലിമീങ്ങളായ ആളുകൾ വരും, അല്ലാഹുവിൽ മുസ്ലിമാണ്, പക്ഷേ നന്മകൾ ചെയ്തിട്ടില്ല. ദജ്ജാൽ വന്നല്ലോ, ഖിയാമത്ത് നാൾ അടുത്തുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കയറിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, തോന്നിവാസങ്ങൾ നിർത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതുകൊണ്ട് നേട്ടമുണ്ടാവില്ല. ആരാണ് നന്മയിൽ ജീവിച്ചത്, ആരാണ് മുഅ്മിനായി ജീവിച്ചത്, ആരാണ് മുസ്ലിമായി ജീവിച്ചത്, അവരുടെ ഈമാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കില്ല. ഒരു സുപ്രഭാതത്തിൽ ദജ്ജാൽ വന്നാൽ പിന്നെ തൗബ സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, 3 കാര്യം വന്നാൽ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദാബത്തുൽ അർള് എന്ന് പറയുന്ന ഒരു മൃഗം നിങ്ങളിലേക്ക് പുറപ്പെട്ടാൽ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയാൽ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമെന്നും കിഴക്ക് നിന്ന് സൂര്യൻ അസ്തമിക്കുമെന്നും പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമെന്നും ഇന്ന് നടക്കുന്ന ഈ ഒരു സഞ്ചാരത്തിന് ഓപ്പോസിറ്റായി സൂര്യൻ സഞ്ചരിക്കുമെന്ന് നമ്മുടെ ശാസ്ത്രലോകം തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴാണ് അമുസ്ലിമീങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നത് ഇസ്ലാമിലേക്ക്. എന്നിട്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കടന്നു വന്നാൽ അല്ലാഹു അവരുടെ ഈമാൻ സ്വീകരിക്കില്ല, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സമയത്തിന് കാത്തിരിക്കാതെ, അങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കാതെ അല്ലാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് തൗബ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തൗബ ചെയ്യണമെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السൂഅ ബിജഹാല. ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്, ആരുടെ ദുആഇനാണ് അല്ലാഹു ഉത്തരം നൽകുന്നത്? തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം മാപ്പുണ്ട്, മാപ്പില്ലാത്ത തെറ്റില്ല. അല്ലാഹു മാപ്പ് നൽകാത്ത തെറ്റില്ല ഉണ്ടോ? ശിർക്കിന് വരെ അല്ലാഹു മാപ്പ് നൽകുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പരിശുദ്ധ ഇസ്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബിസ്സറഹ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന് വഹി എഴുതി കൊടുക്കുകയാ. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരാശയം പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാ, ഇത്ര മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ച അല്ലാഹു എത്ര മനോഹരമാണ്, അല്ലാഹു എത്ര പവിത്രവാനാണ്. ഇത് കേൾക്കുമ്പോൾ മുത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹിബ്നു അബിസ്സറഹിനോട്
അല്ലാഹുവിനോട് പറഞ്ഞു, ഹാകദാ ഉൻസിലത്, ഇതേപോലെ തന്നെയാണ് അല്ലാഹു ആയത്തിറക്കിയത്, ഇതേപോലെ തന്നെയാണ് അല്ലാഹു ആയത്തിറക്കിയത്, അതേപോലെ എഴുതി വെച്ചോ. ഇത് കേൾക്കുമ്പോഴേക്കും വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തോന്നി, മുഹമ്മദ് പറയുന്നത് ശരിയാണെങ്കിൽ ഞാനും പറയുന്നത് ശരിയാണല്ലോ, എനിക്കും വഹി ഇറങ്ങുന്നുണ്ട്. മുഹമ്മദ് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാനും പറഞ്ഞത് കള്ളമായിക്കോട്ടെ, എനിക്കും വഹി ഇറങ്ങുന്നുണ്ട്, ഞാനും നബിയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ദേഷ്യം വന്നു. എന്നിട്ട് മുർത്തദ്ദ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടിപ്പോയി. അള്ളാഹുവിന്റെ ഹബീബ് കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം മുസ്ലിമല്ല, ആ സമയത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഫതഹ് മക്ക നടക്കുമ്പോ മക്കത്തിൽ ഫതഹ് നടക്കുമ്പോഴാണ് മഹാനായ ഉസ്മാൻ തങ്ങൾ ഇദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. യാ റസൂലല്ലാഹ്, നിങ്ങൾ വധിക്കാൻ വേണ്ടി കൽപ്പിച്ച ഒരു സഹോദരന് നിങ്ങൾ മാപ്പ് നൽകുമോ നബിയേ? നബി തങ്ങളൊന്നും മിണ്ടിയില്ല. രണ്ടാമത് ചോദിച്ചു, മാപ്പുണ്ടോ നബിയെ? നബി തങ്ങളൊന്നും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, നബിയെ നിങ്ങൾ വധിക്കാൻ വേണ്ടി കൽപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മാപ്പ് നൽകാൻ നിങ്ങൾ തയ്യാറാണോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മാപ്പുണ്ട്. എന്നിട്ട് നബി തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ മിണ്ടാതിരുന്നതെന്നറിയോ? എന്തേ ഞാൻ സൂചന നൽകാത്തതെന്നറിയോ? ഞാൻ മിണ്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഓടി വന്ന് ഇയാളുടെ തല വെട്ടട്ടെ, ഇയാളെ കൊന്നുകളയട്ടെ എന്ന് ഞാൻ കാത്തിരുന്നതാ. അതിനു വേണ്ടിയാണ് 3 പ്രാവശ്യം ഞാൻ സമ്മതം നൽകാതിരുന്നത്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നിങ്ങൾക്കൊന്ന് കണ്ണിലൂടെ ആംഗ്യം കാണിക്കാമായിരുന്നില്ലേ? ഒന്ന് കണ്ണിലൂടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഇയാളെ കൊന്നുകളയാൻ ഞങ്ങൾ തലവെട്ടുമായിരുന്നില്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മാ കാന ലിനബിയ്യിൻ അൻ യകൂന ലഹു ഖായിനത്തുൽ അയ്ൻ, ഒരു നബിക്കും കട്ടുനോട്ടം പാടില്ല. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ആളുകളെ വധിക്കാനോ ആളുകളെ ഇളിഭ്യരാക്കുവാനോ ഒരു നബി ആളുകളെ വഞ്ചിക്കാനോ ഒരു പ്രവാചകനും പാടുള്ളതല്ല. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാത്തത്. അള്ളാഹുവിന്റെ ഹബീബ് മാപ്പ് നൽകുന്നു. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ? അള്ളാഹുവിനോട് ശിർക്ക് ചെയ്ത ആളാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആക്ഷേപിച്ച ആളാണ്. മുഹമ്മദ് നബി തങ്ങൾക്ക് വഹയാണ് ഇറങ്ങുന്നതെങ്കിൽ എനിക്കും വഹി ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആളാണ്. അവർക്ക് അള്ളാഹു മാപ്പ് നൽകി. ശിർക്ക് വെക്കുന്ന ആളുകൾക്ക് വരെ അള്ളാഹു മാപ്പ് നൽകുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചുപോയത്? സുബഹി നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, വൽ ആദിയാത്ത് എന്ന സൂറത്ത് ഓതി, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി ഇദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഖാതിമത അമലി, എന്റെ അവസാനത്തെ അമല് അത് സുബഹി നിസ്കാരമാക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുബഹി നിസ്കരിച്ചു. 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞു. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി 1-ാമത്തെ സലാം വീട്ടുമ്പോഴേക്കും അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹു മാപ്പ് കൊടുത്തില്ലേ? ശിർക്കിന് വരെ അള്ളാഹു മാപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ശിർക്കല്ലാത്ത സകലമായ പാപങ്ങളും ഒരു പക്ഷേ തൗബയുടെ ആവശ്യം പോലും ഇല്ലാതെ അള്ളാഹു മാപ്പ് നൽകാൻ തയ്യാറാണ്. സ്വതക കൊണ്ട് മാപ്പ് നൽകും, സ്വലാത്ത് കൊണ്ട് മാപ്പ് നൽകും, വാലിന്റെ സദസ്സിലേക്ക് വന്നതുകൊണ്ട് അള്ളാഹു മാപ്പ് നൽകും. ശിർക്കിന് മാത്രമേ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ശിർക്ക് ചെയ്താൽ ഉടനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ അള്ളാഹു ശിർക്കിന് വരെ മാപ്പ് നൽകും. പിന്നെ വൻദോഷങ്ങളുണ്ട്. വൻദോഷങ്ങളിൽ നിന്ന് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഒരുപക്ഷേ അള്ളാഹുവിന്റെ മഹൽ ഫളൽ കൊണ്ട് തൗബ ചെയ്യാതെ വരെ ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അയാളുടെ ജീവിതത്തിന്റെ ഭംഗി നോക്കിയിട്ട്, അയാളുടെ സ്വഭാവം നോക്കിയിട്ട്, അയാളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട്, അയാളുടെ സദഖകൾ നോക്കിയിട്ട് അള്ളാഹു വൻദോഷങ്ങൾ ചെയ്ത ആളുകൾക്ക് വരെ അള്ളാഹുവിന്റെ മഹൽ ഫളൽ കൊണ്ട് മാപ്പ് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ വൻദോഷങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകി എന്നുറപ്പിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കരളൊരുകി കണ്ണൊരുകി പ്രാർത്ഥിച്ചേ പറ്റൂ, ദുആ ചെയ്തേ പറ്റൂ, തൗബ ചെയ്തേ പറ്റൂ. അങ്ങനെ തൗബ ചെയ്താൽ അള്ളാഹുവിനെ മാപ്പ് നൽകാത്ത ദോഷമില്ല. അള്ളാഹും തൗബ സ്വീകരിക്കുന്നത് ആരുടെ തൗബയാണ്? അറിയാതെ തെറ്റ്
തെറ്റിൽ വ്യാപൃതരാകുന്ന ആളുകൾ, തെറ്റ് വന്നുപോയി ജീവിതത്തിൽ. മനുഷ്യന്മാര് തെറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ, മനുഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് പാപങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് അങ്ങനൊരു തെറ്റ് വന്നപ്പോഴേക്കും ഉടനെ തന്നെ താമസിയാതെ പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തി മനമുരുകിക്കൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു തൗബ ചെയ്യും, തൗബ സ്വീകരിക്കുമെന്ന്. ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. പക്ഷേ ചെറുദോഷങ്ങളുണ്ട്. ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ തൗബയുടെ വരെ ആവശ്യമില്ല. സ്വലാത്തുകൾ അധികരിപ്പിക്കണം, ഇൽമിന്റെ സദസ്സിലേക്ക് വരണം, സ്വദഖ ചെയ്യണം. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നാൽ ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എണീറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ സകലമായ പാപങ്ങളും ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എന്ന് വളരെ സ്വഹീഹായ ഹദീസിലൂടെ മുത്ത് റസൂലുള്ളാഹ് നിങ്ങൾ എണീറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ സകലമായ ചെറുദോഷങ്ങളും ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എന്ന് വളരെ സ്വഹീഹായ ഹദീസിലൂടെ. തൗബയുടെ ആവശ്യം വരെ ഇല്ല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ. വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൗബ ചെയ്യണം, ശിർക്ക് അല്ലാഹു പൊറുക്കപ്പെടണമെങ്കിലും തൗബ ചെയ്യണം. فأولئك يتوب الله عليهم وكان الله عليما حكيما. ഇനി ആരുടെ തൗബയാണ് അല്ലാഹുവിന് വേണ്ടാത്തത്? ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത്, തിന്മ ചെയ്യുന്ന ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത്, തൗബ ചെയ്തിട്ടേ ഇല്ല അയാൾ, അല്ലാഹുവിനെ ഓർത്തിട്ടേ ഇല്ല, നാട്ടിലിങ്ങനെ ജീവിച്ചു. അല്ലാഹു അടിമകൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാൽ, നല്ല വാഹനം നൽകി, നല്ല വീട് നൽകി, നല്ല ജോലി നൽകി, സ്ഥാനമാനങ്ങൾ നൽകി, സൗകര്യങ്ങളെല്ലാം നൽകി, എന്നിട്ടും അയാൾ തെറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന് നന്നാവാനുള്ള അവസരം കൊടുക്കുകയാണ്. നന്നായിക്കോ നന്നായിക്കോ എന്ന് പറഞ്ഞ അവസരം കൊടുക്കുകയാ. എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പിടിപിടിക്കും. അപ്പോഴേക്കും അയാൾ മരണം തന്റെ കണ്ടനാളങ്ങളിലേക്ക് എത്തുമ്പോ, അദ്ദേഹം രോഗത്തോട് മല്ലടിക്കുമ്പോ, രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുകയാണ്, ഞാനിതാ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു റബ്ബേ. എപ്പോഴാണ് പറയുന്നതെന്നറിയോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ. ആ ഒരു തൗബ ഫിർഔൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു തൗബയല്ലേ ഫിർഔൻ ചെയ്തത്? മൂസാ നബി അലൈഹിസ്സലാം തന്റെ സൈന്യവുമായിട്ട് ചാവുകടലിലൂടെ, ആ ഒരു ചെങ്കടലിലൂടെ കടന്നുപോയി. അപ്പോഴാണ് ഫിർഔനും കൂട്ടരും പിന്തുടരുന്നത്. അങ്ങനെ ഫിർഔൻ മുങ്ങി മരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹുവിനോട് പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. മൂസാ നബി വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, ഹാറൂൻ നബി വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, ബനൂ ഇസ്രായേലുകാർ വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് മരണശൈലിയിൽ കിടന്ന് രോഗിയായി ആ ഒരു കടലിന്റെ ചുറ്റും കിടന്നുകൊണ്ട് മുങ്ങി മരിക്കാൻ നിൽക്കുമ്പോഴാണ് ഫിർഔൻ പറയുന്നത്, പക്ഷേ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല, അല്ലാഹു തൗബ സ്വീകരിക്കില്ല. ഇന്നി തുബ്തുൽ ആൻ, മരിക്കാൻ കിടക്കുമ്പോ പറയും, ഞാനിതാ തൗബ ചെയ്തു മടങ്ങുന്നു എന്ന്. അവരുടെ തൗബ അല്ലാഹുവിന് വേണ്ട. വലല്ലദീന യമൂതൂൻ, മരിക്കുമ്പോൾ വഹും കുഫാർ, സത്യനിഷേധികളായി മരിച്ചാൽ അവരുടെ തൗബയും അല്ലാഹു സ്വീകരിക്കില്ല. ഉലൈക അഅതദ്നാ ലഹും അദാബസ് സഈർ, അവർക്ക് അല്ലാഹു നരകത്തിൽ ഭയാനകമായ ശിക്ഷകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഓതി വെച്ച ഒരൊറ്റൊരായത്തും കൂടി ഓതിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്തോ. ഇന്നഹു കാന ഗഫാറാ,
അള്ളാഹു പൊറുക്കുന്നവനാണ്. അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ നിന്നാൽ മക്കളോട് പറയണം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ. നമ്മുടെ വൃദ്ധരായ ഉപ്പമാരോട്, വൃദ്ധരായ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഏതായാലും നമ്മുടെ ആയുഷിത എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ജീവിതത്തിൽ ഒരുപാട് 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 തവണ ചൊല്ലുക. വെറുതെ സംസാരിച്ച് സമയം കളയല്ല, വെറുതെ ടിവിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് സമയം കളയല്ല, വെറുതെ ചാനലുകൾക്ക് മുമ്പിൽ, സീരിയലുകൾക്ക് മുമ്പിൽ, സിനിമകൾക്ക് മുമ്പിൽ നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചു ഖബറിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നഷ്ടത്തിലാക്കാൻ പാടില്ല. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത്. ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്ത ആളാണല്ലോ, ഖബറിൽ ഏറ്റവും ഉപകാരമുള്ള നന്മ ഏതായിരുന്നു? നിങ്ങൾ ചെയ്ത നന്മകളിൽ നിങ്ങളുടെ ഖബറിലേക്ക് ഉപകാരപ്പെട്ട ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും ഉപകാരമുള്ള നന്മ ഏതായിരുന്നു എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഇസ്തിഗ്ഫാർ, എന്റെ ഇസ്തിഗ്ഫാറാണ് എനിക്ക് ഖബറിലേക്ക് ഉപകാരപ്പെട്ടത്. അതുകൊണ്ട് മറക്കല്ലേ പൊന്നു സഹോദരങ്ങളെ, മഴ വരണോ, വെള്ളം വേണോ, എന്ത് വേണം? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹു പറയുന്നു, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മഴ നൽകാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. വയുംദിദുകും ബിഅംവാൽ, ദാരിദ്ര്യത്തിന്റെ, അതേപോലെ പാവങ്ങളായ ദാരിദ്ര്യനാരായണന്മാരായ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പട്ടിണി പാവങ്ങളായ ആളുകൾ സാമ്പത്തികമായി ദുരിതമോ പ്രയാസമോ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ സഹായം വേണോ? സാമ്പത്തിക അഭിവൃദ്ധി വേണോ? ജീവിതത്തിൽ ബർക്കത്ത് വേണോ? മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. യുംദിദുകും ബിഅംവാൽ, നിങ്ങൾക്ക് സമ്പത്ത് നൽകി ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇനി മക്കളില്ലാത്ത ആളുകളുണ്ട്, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞു മക്കളില്ല. എന്ത് വേണം മക്കളുണ്ടാകാനും? അല്ലാഹു പറഞ്ഞത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപം പൊറുക്കാൻ ആവശ്യപ്പെടണം. നിങ്ങൾക്ക് യുംദിദുകും ബിബനീൻ, മക്കളെ നൽകി ഞാൻ സഹായിക്കാം. മക്കളില്ലാത്തവർക്ക് നിരാശരാവണ്ട. 100-ാമത്തെ വയസ്സിലാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി എന്ന മകനെ നൽകുന്നത്. നിരാശരാവാൻ പാടില്ല. എത്ര വയസ്സായാലും അല്ലാഹു നൽകിയേക്കാം. അല്ലാഹുവിനൊരു നിമിഷം മതി നമ്മൾക്ക് മക്കളെ നൽകാൻ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അത്താഴ സമയങ്ങളിൽ എണീറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഭാര്യയും ഭർത്താവും ഉളൂ എടുക്കണം, 2 റക്അത്ത് നിസ്കരിക്കണം തഹജ്ജുദ്. എന്നിട്ട് സുബഹി വരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് പടച്ച റബ്ബിനോട് പറയാ. എന്നിട്ട് അവസാനം സുബഹി ബാഗിന്റെ മുമ്പിൽ ഭർത്താവെന്ന് കൂട്ടമായി ഭർത്താവും ഭാര്യയും ദുആ ചെയ്യുക. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, പടച്ച റബ്ബേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണമേ, സ്വാലിഹീങ്ങളായ മക്കളെ തരണമേ എന്ന് ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യ വന്ന് ആമീൻ എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ഇൻഷാ അല്ലാഹ് മക്കളെ നൽകാമെന്ന് പരിശുദ്ധ ഖുർആൻ. വയജ്അൽ ലകും ജന്നാത്ത്, നമ്മുടെ തോട്ടങ്ങളിൽ, കൃഷിയിടങ്ങളിൽ ബർക്കത്തില്ലേ എങ്കിൽ അവിടെ ബർക്കത്തിന് വേണ്ടിയും നിങ്ങൾ ചൊല്ലേണ്ടത് ഇസ്തിഗ്ഫാർ തന്നെ. എന്നിട്ടോ വയജ്അൽ ലകും അൻഹാറ, പുഴകളെല്ലാം വറ്റിക്കിടക്കുകയാണ്. പവിത്രമായ പുഴകൾ, കേരളക്കരയിലുള്ള സകലമായ പുഴകളും ഡാമുകൾ വരെ വറ്റാൻ തുടങ്ങി. വെള്ളം വേണോ? പുഴകളിൽ വെള്ളം വേണോ? എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് മാക്സിമം കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എങ്കിൽ അല്ലാഹു പുഴകളും കുളങ്ങളും കിണറുകളും നിറയെ വെള്ളം നൽകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, വെറുതെ പാട്ടുപാടി നടക്കുന്നതിന് പകരം, സിനിമാറ്റിക് ഡയലോഗുകൾ പറഞ്ഞു നടക്കുന്നതിന് പകരം, സിനിമാറ്റിക് സോങ്ങുകൾ പാടി
നടക്കുന്നതിന് പകരം, ആരാന്റെ പരദൂഷണങ്ങളെ പറഞ്ഞു നടക്കുന്നതിന് പകരം, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്റെ നാവുകൾ, നിന്റെ ചുണ്ടുകൾ നനഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന സകലമാന സൗഭാഗ്യങ്ങളെക്കാളും ഏറ്റവും വലിയ ഭാഗ്യം എപ്പോഴും ദിക്ർ ചെല്ലുന്ന നാവുണ്ടാവലാണ്. അല്ലാഹു അങ്ങനെ ഒരു നാവാക്കി ഞങ്ങളുടെ നാവിനെ മാറ്റുമാറാവട്ടെ. അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഹൃദയം വേണം, പരീക്ഷണങ്ങളിൽ ശമിക്കുന്ന ശരീരം വേണം, ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ വേണം. ഇതൊക്കെ അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.